എന്ത് വാരിക്കോരി ഉപയോഗിക്കുന്നതിലല്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നതിലാണ് കാര്യം. പറയുന്നത്. ഇതിന് പകരം ഇലക്ട്രിസിറ്റി നിരോധിക്കണം, മോട്ടോർ സൈക്കിൾ നിരോധിക്കണം. കാരണം ഇത്രയും ശരിക്കും കണക്കെടുത്ത് കഴിഞ്ഞാൽ കഞ്ചാവും കറുപ്പും ഒന്നും അല്ല നിരോധിക്കേണ്ടത്, മോട്ടോർ സൈക്കിളാണ്. കാരണം അത്രയും പേരുടെ വൈകല്യം ഉണ്ടാക്കുന്നുണ്ട്, മറ്റുള്ളവരെ കൊല്ലുന്നുണ്ട്, ത്യാഗുന്നുണ്ട്. പക്ഷെ അതെന്താ പിന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ ലോജിക്കാണ് അത് ഇത് അപകടകരമായത് കൊണ്ടല്ല, അത് പഠിക്കാത്തുണ്ട്. വെള്ളം മുങ്ങിച്ചാകുന്ന പോലെയല്ല, നീന്തി കുളിക്കാവുന്ന സാധനമാണത്. കുട്ടിക്കാലത്ത് ഈ ഇഴയുന്ന സമയത്ത് പഠിപ്പിക്കേണ്ടതാണ്. ഈ തറയിൽ എഴഞ്ഞടക്കുന്ന കുഞ്ഞുങ്ങളെ പിടിച്ച് വെള്ളത്തിലോട്ടിട്ട് അപ്പം നീന്തി തുടങ്ങും. അന്ന് പഠിപ്പിച്ച വെള്ളത്തിനകത്ത് ഈ വായുവിനകത്ത് നടക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഈ വെള്ളത്തിനകത്ത് നീന്താൻ. വായുവിനകത്ത് ഒരു പിടിയില്ല, വീണ അവിടെ നമ്മൾ ബാലൻസ് ചെയ്ത് നടക്കുന്നില്ലേ, അതിനേക്കാളും എളുപ്പമാണ് വെള്ളം. പക്ഷെ വെള്ളത്തിൽ ഇറക്കത്തില്ല, മൂക്കെ പിടിച്ച് മുക്കി വെച്ച് കയറാൻ പിടിക്കും. എന്നിട്ട് അവസാനം വെള്ളത്തിൽ വീണെല്ലാം ചാവും. ഇത്രയും തോട്, ഇത്രയും കായൽ, ഇത്രയും നദി, ഇത്രയും അധികം നദീ കടത്തീരം ഉള്ള ഒരു രാജ്യം ലോകത്തില്ല. ഒരു പ്രൈസ് ഇതുവരെ മേടിച്ചിട്ടില്ല നീന്തലിന് കേരളത്തുകാർ. കാരണം ഈ മൂക പിടിച്ചിറങ്ങാനാണ് ഈ പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് വിവരം കെട്ട പേരൻറ്റിങ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? ഇതുപോലാണ് ഈ ഡ്രഗ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഈ കഞ്ചാവ് എല്ലാ കടയിലും മേടിക്കാൻ കിട്ടുമായിരുന്നു. നമ്മളെല്ലാം ആരും വലിച്ചിട്ടൊന്നുമില്ല. കൂടി വന്ന 1-2 തവണ വലിച്ചു നോക്കും ഒരു അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളു. ഇങ്ങനെ നിയന്ത്രിതമായി കൃത്യമായി ചെയ്യുന്നതിന് പകരം നിരോധിച്ചു. അപ്പോൾ അഗ്രസീവായ സെയിലുണ്ടായതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്രശ്നം. എല്ലാ പറഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയാണ്. ഇതാണ് അതിനകത്ത് അപകടം പിടിക്കുന്ന ഏറ്റവും വലിയ പോയിന്റ്. വലിയ വിലയായത് കാരണം കൊണ്ട് ഒരു തവണ ഉപയോഗിച്ച് അഡിക്ഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ അത്രയും പണം നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വിറ്റിട്ട് തിന്നാൻ നോക്കും. അങ്ങനെ എല്ലാവരും വിൽപ്പനക്കാരായി. നിങ്ങൾ ഈ കുട്ടികൾ മുഴുവനും വിൽക്കും. കാരണം വേറെ എന്താ വഴി? അവർക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കള്ളരാക്കി മാറ്റുന്നതിന് മാത്രമേ നിരോധനം ഉപയോഗിക്കാവൂ. അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ നിരോധിച്ച് നേരെയാക്കുക അല്ല, മനസ്സിലാക്കി നിയന്ത്രിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. കാറ് കൊടുത്തും വണ്ടി കൊടുത്തും ആളെ മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അത് കൊല്ലാതാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന പോലെ, റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാവുന്ന സാധനം മാത്രം ഇതൊക്കെ. കുറച്ച് മനുഷ്യർ അമിതമായി ഉപയോഗിക്കും. മദ്യം കഴിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അമിത മദ്യപാനികൾ എന്ന് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് മദ്യപാനികൾ എന്ന് മാത്രം പറഞ്ഞത്? പിന്നെ എന്തിനാണ് അമിത മദ്യപാനി എന്ന് പറയുന്നത്? അപ്പോൾ അമിതമായി കഴിക്കുന്നവരും കഴിക്കാത്തവരുണ്ടെന്നും എല്ലാവരും കഴിക്കുന്നത്. വീടുകളിനകത്ത് മദ്യം കഴിക്കുന്നവർക്ക് നിയന്ത്രിക്കും. നീ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നതെന്ന് പറയും. വീട്ടിനകത്ത് മദ്യം കൊണ്ടുപോകാതെ അതുകൊണ്ട് കുപ്പി പൊട്ടിക്കുന്ന അത്രയും കുടിച്ചിട്ടാണ്. എന്നുവെച്ചാൽ ഇത് കൊണ്ടുപോകാനൊരു സ്ഥലമില്ല, വീട്ടിലോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. മേടിച്ചും പോയി കുടിച്ച് തീർക്കും. കുടിച്ച് തീർത്താൽ റോഡിൽ കിടക്കും. വേറെ എന്താ വഴി? മറ്റേതങ്ങനല്ല, കഴിച്ചിട്ട് അടച്ചു വയ്ക്കും എല്ലാവരും. മറ്റു രാജ്യത്തൊക്കെ പോയി നമ്മൾ നോക്കണം, അവിടെ മദ്യ സംസ്കാരമുണ്ട്. അവിടെ പിന്നെ അവരുടെ ഒരു ഫുഡിന്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റിന്റെ ഫുഡൊന്നും അല്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കഥയൊക്കെ പറയാതെ അതൊക്കെ ഇങ്ങനെ ന്യായ അന്യായമാണ്. ഈ ജോലി ചെയ്താൽ 2 പെഗ് അടിച്ചാലേ പറ്റത്തുള്ളൂ ഭാര്യമാരോട് പറയുന്ന ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം നിങ്ങളിപ്പോ പറഞ്ഞിട്ടില്ല. ഇതൊന്നും സത്യമല്ല. തണുപ്പുള്ളിടത്ത് എന്നാ കൂടി ഒന്നുമില്ല. ഞാൻ തണുപ്പുള്ളിടത്ത് എല്ലാം ജീവിച്ചിട്ടുണ്ട്. ഒന്നും കുടിക്കേണ്ട ആവശ്യമൊന്നും. ഇതൊക്കെ വെറുതെ പറയുന്നത്, ഈ ന്യായം പറയുന്നതേ. ഇത് രസമുള്ള സാധനമാണ്, പക്ഷെ നിയന്ത്രിതമായി ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ്. സ്പീഡ് രസമുള്ളതാണ്, നിയന്ത്രിതമായി ഓടിക്കാൻ പഠിപ്പിക്കണമെന്നാണ്. ഇത്രയേ ഉള്ളത്. അല്ലാതെ ഈ കാണുന്ന ഉമ്മാക്കി ഈ ഭയപ്പെടുത്തുന്ന ഈ ഒരു രീതി ഈ പോലീസും ഈ പട്ടാളവും സകലയിടത്തും വിജിലൻറ്റും സകലയിടത്തും ക്യാമറയും വെച്ചിരിക്കുന്നതിന് പകരം ഇതൊന്ന് നിരോധനം എടുത്ത് കളഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ മര്യാദയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചാൽ മതി. മരുന്ന് നിങ്ങൾ കഴിച്ച് ചാകാൻ പറ്റും, മരുന്ന് ഡോസ് അനുസരിച്ച് കഴിക്കണം. അത് പഠിപ്പിച്ചിട്ടായിരിക്കുന്നേ. ഈ സകല ഡോക്ടർമാരും ഈ മയക്കുമരുന്ന് മുഴുവൻ ഉപയോഗിക്കുമല്ലോ. നിങ്ങൾ അവരെ എന്താ എല്ലാവരും പിടിച്ച് ജയിലിടാത്തേ? ഈ കുംഭമേള പോയ സ്വാമിമാരെ മുഴുവൻ ജയിലിടാത്ത എന്താ? അവന്മാർ മുഴുവൻ കഞ്ചാവ് വലിച്ചിരിക്കുന്നവന്മാരല്ലേ, പിന്നെന്താ നിങ്ങൾ ചെയ്യാത്തേ? ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം ആ യോഗിയൊക്കെ പിടിച്ച് ജയിലിടണ്ടേ? യോഗിയാണെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും കഞ്ചാവൊക്കെ വലിക്കുന്നുണ്ടാവില്ല, ശിവമൂലിയാണ് അല്ലേ? ഇതൊക്കെ മനുഷ്യർക്ക് രസമുള്ള സാധനമാണ്. സോമരസം എന്ന് പറഞ്ഞ് കുടിച്ചാലും ഒരു പ്രശ്നമില്ല. യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കി തന്ന വിദ്വാനല്ലേ? അപ്പോൾ അവിടുന്ന് എല്ലാ പള്ളിയിലും കുടിക്കത്തില്ലേ? എല്ലാ അച്ഛന്മാരും നിരന്തരം കുടിച്ചോണ്ടിരിക്കുന്നതല്ലേ? കുടിക്കാത്ത ഏതെങ്കിലും ഒരു അച്ഛനെ കാണിച്ചു തരാമോ? ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ മനുഷ്യരിങ്ങനെ വെറുതെ പറയുന്നതല്ലേ. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നിയന്ത്രിതമായി ഈ വിഷയങ്ങൾ ഇത് മനസ്സിലാക്കി നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ അപ്പോൾ വരുന്ന അപ്പോഴാണ് ഈ ഉത്തരവാദിത്തമുള്ള ആളുകളും ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ മരിക്കുന്നവരെ മോണിറ്റർ ചെയ്യണ്ടേ? അങ്ങനെയാണ് അവസാനം ഈ ജയിൽ മുഴുവൻ നിറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ജയിലിനകത്ത്
സ്ഥലമില്ല. അമേരിക്കയിൽ ഈ കേരളത്തിലെ ജനത അമേരിക്കയിൽ ജയിലിൽ കിടപ്പുണ്ട്. കേരളത്തിൽ 3 കോടിക്ക് മേളിലാണ് ജയിലുകളിൽ കിടക്കുന്നത്. ഇതേ നിരോധനം അവിടെ മദ്യം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ അമേരിക്കയിൽ മദ്യം നിരോധിച്ചെന്ന്? നിങ്ങളൊന്ന് പഠിച്ചു നോക്കുന്നു, വെറുതെ ഇൻ്റർനെറ്റിനകത്തൊന്ന് തിരഞ്ഞാൽ കിട്ടും. 1919 തൊട്ട് 32 വരെ 13 വർഷം നിരോധിച്ചായിരുന്നു. മദ്യം നിരോധിച്ചിട്ട് എന്താ പറ്റിയെന്നറിയാം? അന്നാണ് ആദ്യമായിട്ട് മാഫിയ സംഘം ഉണ്ടായത്. ഇന്ന് നമ്മൾ ഈ മാഫിയ എന്ന് പറയുന്ന സംഘം അവിടെ ഈ കുടിയേറ്റക്കാരായ ഇറ്റലിക്കാരായ ആൾക്കാർ മുഴുവനും കൂടി ഇത് ടേക്കപ്പ് ചെയ്തു മദ്യം വയ്ക്കാൻ തുടങ്ങി. അന്ന് തൊട്ടാണ് ഇത്രയും ഗൺ കൾച്ചർ. കാരണം ക്രിമിനലൈസ് ചെയ്ത ആൾക്കാർ, ക്രിമിനൽസ് മാത്രമേ ഇത് പിന്നെ ചെയ്യാനൊക്കത്തുള്ളൂ, ഇല്ലീഗലായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ക്രിമിനൽസ് ആയിട്ടുള്ള മുഴുവൻ പേരും കൂടെ സംഘം ചേരും. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഗുജറാത്തിൽ മദ്യം നിരോധിച്ച സ്ഥലമാണ്. മയക്കുമരുന്ന് കൊണ്ട് നമുക്ക് അവിടെ നടക്കാൻ പറ്റത്തില്ല. ഈ സകല മയക്കുമരുന്ന് വരുന്ന ഗുജറാത്തിൽ നിന്നാണ്. നമ്മുടെ ഈ നാട്ടിൽ മുഴുവൻ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം സംഭവിക്കുന്ന ഈ നിരോധിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വില കൂടുന്നത്. എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടെങ്കിൽ അഡിക്ഷൻ ഉള്ള ഒരുത്തൻ എന്ത് കാശ് കൊടുത്ത് ഇത് മേടിക്കും? 500 രൂപയാക്കും. 500 രൂപ എന്ന സമയത്ത് നിരോധനത്തിന് ശക്തി കൂട്ടിയാൽ അത് 1000 രൂപയാകും. ഇങ്ങനെ മാറുക എന്നുള്ളതല്ലാതെ ഇത് നിൽക്കത്തില്ല അങ്ങനെ. അതേസമയത്ത് നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും മതി മതി. ഇപ്പം സംസ്കാരമുള്ള ഒരു മുറിക്കകത്ത് ആൾക്കാർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് മദ്യം ഒരാൾ കൂടുതൽ കഴിക്കുന്നു, നീ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ ഈ മദ്യം കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ കുടിച്ച് തീർക്കും. ഇതാണ് നമ്മുടെ നാട്ടിനകത്ത്, വീട്ടിനകത്ത് കയറ്റിക്കൂടാന്ന്. യൂറോപ്പിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ വീട് മുഴുവനകത്ത് അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡു യു വാണ്ട് എ സോഫ്റ്റ് ഓർ ഹോട്ട് എന്നാണ് ചോദിക്കുന്നത്. ഹോട്ട് എന്ന് പറഞ്ഞാൽ അവർ 2 പെഗ് കൊണ്ടുവന്ന് തരും, 3ാമത്തെ പെഗ് തരത്തില്ല. ഇത് നമ്മൾ അവരത് അടച്ചവിടെ വയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ അല്ല എനിക്ക് 2 പെഗ് പറ്റത്തില്ല. യു ഹാഡ് ഇനഫ്, യു വാണ്ട് ടു ഡ്രൈവ് ഇസ്ന്റ് ഇറ്റ് എന്ന് ചോദിക്കും. അങ്ങനെയാണത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ പറയുന്നത് മദ്യമൊക്കെ വീട്ടിൽ കഴിക്കേണ്ടതാണ്. എന്ത് ചെയ്താലും പരസ്യമായിട്ട് ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ അപ്പം നമുക്ക് നിയന്ത്രിതമായി ചെയ്യാൻ പറ്റും. രഹസ്യ ജീവിതം ആരംഭിച്ചാൽ രക്ഷയില്ല, ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. എല്ലാവരും കള്ളം പറയാനും എല്ലാവരും കപടമായി ജീവിക്കാനും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാക്കി മാറ്റാമെന്നുള്ള വേറൊരു പ്രയോജനം. ചെയ്യുന്നതല്ല തെറ്റ്, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളടുത്താണ്. നിങ്ങളൊരു പിച്ചാത്തി നിങ്ങൾക്ക് മേടിച്ചാൽ നിങ്ങളതൊക്കെ മരം മുറിക്കാനും കറിക്ക് അരിയാനും ഒക്കെ ഉപയോഗിക്കാം. അത് വെച്ച് കുത്തുമ്പോഴാണ് തെറ്റാകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ല പിച്ചാത്തി തെറ്റല്ല. സാറിൻ്റെയും ജയശ്രീ മാമിൻ്റെയും റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ ഒരുപാട് സ്പേസും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ള ഒരു ബന്ധമാണത്. എങ്ങനെയാണ് അങ്ങനെ ഒരു അൺകണ്ടീഷണൽ ഒരു ലവ് അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെയാണത് സാധിക്കുക? ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രമായ വ്യക്തികളാണ്. അത് വ്യക്തികളായി രൂപപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിനകത്താണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. 2 വർഷത്തോളം ഞാനും ജയശ്രീയും തമ്മിൽ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നവരാണെന്നുള്ള ബോധ്യം വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ആ സ്പേസ് ഉണ്ടാകുന്നത്. 2 പേരുള്ള വീടാണ് ഞങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ സ്പേസ് നമുക്ക് അതത്ര എളുപ്പമാണോ? എളുപ്പമല്ല. നമ്മൾ രൂപപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ആകേണ്ടതാണ്. ഇപ്പോൾ പൗരരെ രൂപപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്പേസസ് ഉണ്ടാവും. അപ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ പറ്റിയുള്ള കൺസേണോടെ പെരുമാറാൻ നമ്മൾ പഠിക്കത്തുള്ളൂ. മറ്റേത് ജീവിത വിജയം എന്നാണ് നമ്മളിപ്പോൾ പഠിപ്പിക്കാറുള്ളത്. മറ്റുള്ളവരുടെ തോളെ ചവിട്ടി മേപ്പോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരും തോപ്പിച്ച് ജയിക്കാനാണ്, പരീക്ഷ എഴുതിച്ചിട്ടല്ലേ ജയിപ്പിക്കുന്നത്. അതാണ് എൻ്റെ സ്ഥലം. അപ്പം നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരെ തോപ്പിച്ചിട്ടുള്ള ജയങ്ങളെല്ലാം ഒറ്റപ്പെട്ടവരായി മാറുന്നതേ ഉള്ളൂ, സഹകരിക്കാൻ പഠിപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഒരു വശത്ത് അനുസരണയുള്ളവരും മറുവശത്ത് തരം കിട്ടിയാൽ മറ്റുള്ളവരെ തോപ്പിക്കുന്നവരുമാണ്. ഇവരെയാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റത്തിനകത്ത് അനുസരണ പഠിക്കും, പക്ഷെ സ്വന്തമായിട്ട് ജീവിക്കാനൊട്ട് അറിഞ്ഞുകൂട. ഒരാളെ കണ്ടാൽ അവരുടെ തോളെ ചവിട്ടി മേപ്പോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കും. ഇതാണ് സ്ഥലം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനത്തെ ആൾക്കാരല്ല. നിങ്ങൾ ഞാനും കൂടെ ചേർന്നിട്ടാണ് ഈ ഡയലോഗ് നടക്കുന്നതെന്ന് അറിയേണ്ടത്. എന്നോളം പ്രാധാന്യമാണ് നിങ്ങൾ, അല്ലാതെ എൻ്റെ എക്സ്റ്റൻഷൻ അല്ല നിങ്ങൾ. അപ്പം നമ്മൾ 2 പേരും ചേർന്നിട്ടാണ് ജുഗൽബന്ദി പോലെയാണ് അത് വിജയിക്കുന്നത്. ഇതുപോലെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കാനായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്.
ഇത് പഠിപ്പിക്കാത്ത ആളുകളെ അനുസരണയോടെ വിവാഹം കഴിപ്പിക്കുന്ന അമ്മയും അച്ഛനും അയക്കുന്ന കല്യാണക്കുറിയല്ലേ ഉള്ളത്. ചെക്കനും പെണ്ണല്ലോ വിവാഹം കഴിക്കുന്നവർ അച്ഛനമ്മയും കൂടി കല്യാണം നടത്തി കൊടുക്കുക. അവരുടെ ചോയ്സ് മാത്രമാണ് നടക്കുന്നത്. വ്യക്തികളുടെ ചോയ്സ് ആരംഭിച്ചിട്ടില്ല. ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ചെയ്ത് പരസ്പരം അറിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവരായി മാറേണ്ടതുമാണ്. സോ പറയാൻ പറ്റില്ല ഇപ്പോഴും സാറ് സ്റ്റിൽ ജയശ്രീ മാമിനെ പ്രണയിക്കുന്നുണ്ട് എന്ന്? ഇഷ്ടമുള്ള ആളാണ്, പ്രണയമില്ല. എന്താണ് അത് വ്യത്യാസം? വ്യത്യാസമുണ്ട്. നമ്മുടെ സൗഹൃദത്തോടെ പ്രണയം എന്ന് പറയുന്നത് ലൈംഗികതയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇണ ചേരുന്നതിന് മുമ്പുള്ള ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. അത് 1-2 കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി മരിച്ചു. പക്ഷെ സൗഹൃദങ്ങൾ തുടരും. പ്രണയം ഒന്നും നിലനിൽക്കില്ല. അതിൽ ഒരിക്കലും ആരും വിചാരിച്ചില്ല അത് വസന്തം നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന പോലെ. പൂക്കളെല്ലാം എന്നും വിരിഞ്ഞ് നിൽക്കുമോ? കാ പിടിച്ചു പോവും. പൂ വിരിഞ്ഞ് കായായി പോവും എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ പിന്നെ ആ എതള് നിൽക്കത്തില്ല. പിന്നെ ആ ബന്ധം തുടരുന്നത് ആ സൗഹൃദത്തിൽ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെയാണ് കുഞ്ഞുങ്ങളുണ്ടായും കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രവർത്തനത്തിന് അത് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പഴയ വാക്കുകളാണ്. അതൊന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. രണ്ടുപേര് തമ്മിൽ ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ തുടർച്ചയുണ്ട്. അത് ഉറപ്പാക്കുന്ന സ്ഥലമാണ്. അതിന് സൗഹൃദം മതി, അതിനപ്പുറത്തോട്ട് വേണ്ടി വരുന്നില്ല. പ്രണയം ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായി രൂപപ്പെടുന്നതാണ്. അത് വ്യത്യസ്തതകള് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ജീവന്റെ വൈവിധ്യങ്ങളെ പറ്റി പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ആളുകളോട് പ്രണയം തോന്നും. അപ്പം നമ്മൾ ഈ കുഞ്ഞിനെ വളർത്തി തീർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അത് വേണ്ടാന്ന് നിയന്ത്രണം കൊണ്ട് വേണ്ടാന്ന് തീരുമാനിക്കുക മാത്രമാണ്. അല്ലാതെ പ്രണയം ഉണ്ടാകുന്ന തെറ്റിദ്ധരിക്കരുത്. പ്രണയം തുടരത്തില്ല. അത് ആര് വിചാരിച്ചാലും നിലനിർത്താനൊക്കത്തില്ല. അതേ സമയത്ത് നമ്മൾ ഒന്നിച്ച് ജീവിച്ചു വന്നവർക്ക് പരസ്പരം പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാവും. അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയാം. അതുകൊണ്ടാണ് വേറെ പുതിയൊരാളെ അറിയാനുള്ളതിനേക്കാൾ എളുപ്പമാണ് ഇവരുടെ കൂടെ ജീവിക്കുന്നത്. പക്ഷെ പ്രണയം നമ്മൾ വിചാരിച്ച് നിലനിർത്താനൊക്കത്തില്ല. അത് ആര് യൗവനം നിലനിർത്താൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ മനസ്സിലാക്കിയാൽ മതി. ലോകത്ത് വിശപ്പ് നിലനിർത്താൻ പറ്റത്തില്ല. നിങ്ങൾ വിശക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി ഉണ്ടാകുന്നത്. ആ ചെയ്യുന്ന ഒരു സാധനവും നിങ്ങൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തിന്ന സാധനം പിന്നെ തീറ്റിച്ച ഛർദിൽ വരും. പക്ഷെ അങ്ങനെ ആണെന്ന് വിചാരിച്ച് കുട്ടിയെ വളർത്താൻ വേണ്ടി ഇവർ യോജിച്ച് നിൽക്കണമെന്ന് കണ്ടെത്തിയിട്ടാണ് വിവാഹം ഉണ്ടാക്കിയത്. അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ലക്കാന്ന് തോന്നുന്നത്. അതായത് അതേ വൈബില് അതേ രീതിക്ക് വെറുതെ പറയുന്നതാണ്. ആൾക്കാർ അഭിനയിക്കത്തേ ഉള്ളു. നമ്മൾ ഈ പറയുന്ന അഭിനയങ്ങളേ ഉള്ളു. ഞങ്ങൾ തമ്മിൽ ഇന്നും ഭയങ്കര പ്രണയമാണെന്നൊക്കെ പറയുന്നത് കള്ളം പറയാത്ത ഒരാളല്ല, കള്ളം പറയുന്നവർ മാത്രമാണ്. അല്ലാതെ ഞാൻ നമ്മളെ എടുക്കുന്നത് വയറ് നിറഞ്ഞ് പോയ ഒരാൾ ഇനിയും ഞാൻ തിന്നും എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറെ തിരിച്ചു നോക്കില്ല. വെറുതെ പറയുന്നതല്ലേ. രുചിയോടെ കഴിക്കുന്ന എപ്പോഴാണ്? തുടക്കത്തിലാണ്. നമ്മുടെ വിശപ്പാണ് ആ രുചി ഉണ്ടാക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന ആളിനെ കിട്ടാതിരിക്കുന്ന സമയം വരെയാണ് ആർത്തി ഉള്ളത്. അപ്പോഴുണ്ടാകുന്നതാണ് ഡാൻസും പാട്ടും ഒക്കെ. ഇണക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇണങ്ങി നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡാൻസും പാട്ടും തുടരാൻ ഒക്കത്തില്ല. അത് തന്നെയാണ് ഈ ആവശ്യമില്ലാതായെന്നുള്ളത് അറിയുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും അറിഞ്ഞുകൂടാത്ത കാലത്ത് ആളുകൾ ഉൽപ്പാദിപ്പിച്ച ഒത്തിരി ആശയങ്ങളുണ്ട്. നിത്യപ്രണയവും ജീവിതകാലം മുഴുവനുള്ള ഇണയും ഇതൊന്നും ഒക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് നമ്മൾ ചെയ്യാൻ ബാധ്യതയുണ്ട്. അത് നമ്മൾ ഈ വളർത്തുന്ന കുഞ്ഞുങ്ങൾ അവർ നമ്മളെ പോലെ പ്രായപൂർത്തിയാകുന്നത് വരെ ഒന്നിച്ച് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത്രേ അർത്ഥമേ ഉള്ളൂ. അത്രയാണ് ഞാനും ചെയ്തിട്ടുള്ളൂ. 18ാമത്തെ വയസ്സായപ്പോൾ കുട്ടിയോട് പറഞ്ഞ് എൻ്റെ പണി തീർന്നിട്ടുണ്ട്, പിന്നെ ഒരു ദരിദ്ര രാജ്യമാണ് നമ്മുടേത്, അത് കാരണം കൊണ്ട് കുറേ നാളുടെ സപ്പോർട്ട് തരും. 20 വർഷമായപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നു, പണി തീർന്നു, വളർത്തൽ തീർന്നു. പിന്നെ ഞാനും ചേച്ചിയും പഴയതുപോലെ ഇഷ്ടമുള്ളപ്പോൾ മാത്രം കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പണി ഒന്നിച്ച് ചെയ്യുന്നില്ല. രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യം. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരവിടെ മെഡിക്കൽ കോളേജ് ജോലിയും ചെയ്ത് ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമ്മൾ കാണും, അല്ലെങ്കിൽ കാണണ്ട. അല്ലാതെ മറ്റേത് രാവിലെ എണീറ്റിട്ട് ഒരു കാര്യമില്ലാതെ ഈ പെരയ്ക്കകത്ത് തൂത്തോണ്ടും തുടച്ചോണ്ടും ഇങ്ങനെ ഇരിക്കും. കാരണം ഈ കുട്ടികളെല്ലാം പോയി. എന്തിനാണ് ഈ പെര തുടച്ചും തൂത്തും വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്ക് പറഞ്ഞുകൂടാ. ഇവർക്ക് രണ്ടുപേർക്കും കൊണ്ട് ഇത്രയും വലിയ പെര ആവശ്യമില്ല. കുട്ടികളോട്ട് തിരിച്ചു വരാനൊക്കെ തരും. കാരണം പഠിച്ച കുട്ടികൾ അങ്ങനെ തിരിച്ചു വരും. നിങ്ങളിപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയും അച്ഛനെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ആരും കഴിയാത്ത കാരണം നമ്മൾ പഠിച്ചത് വീട് വിട്ടു പോകുന്നിടത്തോട്ടാണ്. അല്ലാതെ അവർക്ക് ഇപ്പൊ അമ്മയോടും അച്ഛനോടും ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല.
ഗൾഫിൽ പോയി പൈസ അയച്ചു കൊടുത്താൽ കൊച്ചിനെ നോക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കൊച്ചിനെ നോക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നാ വിചാരിക്കാനേ പറ്റൂ. ധനം മാത്രമേ കൊടുക്കാൻ പറ്റൂ, നമ്മുടെ പ്രസൻസ് അവിടെ ഒരിക്കലും. പക്ഷേ 24 മണിക്കൂർ നോക്കേണ്ടി വരും കുട്ടിയെ. തീർച്ചയായും ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പം നമ്മൾ ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കാമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര പേരെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് പകരം വേറെ ആളുകളെ നിർത്തി തന്നെ ചെയ്യാനൊക്കത്തുള്ളൂ. അത് അങ്ങനെ തന്നെ മനസ്സിലാണ്. പേരൻ്റ് ആകുന്നവർ ഇപ്പം നമ്മൾ ക്രഷേല വിടും, അംഗനവാടി വിടും, LKG വിടും, UKG വിടും, സ്കൂളിൽ വിടും. ഇതെല്ലാം ഇത്രയും പേരും കൂടെ ചേർന്നിട്ടാണ് പേരൻ്റ് ചെയ്യുന്നത്. അതെ, അത്ര പേരന്റിങ് നടക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ വരെ പേരന്റ് ചെയ്യും, അവരായിരിക്കും ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ധാരാളം പേരൻസ് ഉള്ള കുട്ടികളായിട്ട് ഇന്ന് ലോകത്ത് മാറുന്നുണ്ടെന്ന് അറിയണം. അല്ലാതെ ഒരു അമ്മയും അച്ഛനും വളർത്തുന്ന കുഞ്ഞുങ്ങളൊന്നും അല്ല ഉള്ളത്. അവരുടെ മാത്രമല്ല അവർ വളർത്തുന്നത് എന്ന് കഴിഞ്ഞാൽ വളരെ കുറച്ച്. മെഡിക്കൽ കോളേജ് അവരാ തുടങ്ങിയെന്ന് തോന്നുന്നു. അവരുടെ ഒരു മട്ടൊക്കെ കണ്ട് കുട്ടിയെ ഡോക്ടറാക്കി. ഈ മെഡിക്കൽ കോളേജിൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി എത്രയോ അധ്യാപകരെ എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിൻ്റെ അറ്റത്ത് മാത്രമാണ് നമ്മളൊരു ഇച്ചിരി ഫീസ് കൊടുത്തിട്ടാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അല്ല, നമ്മളല്ല അധ്യാപകരെ ഉണ്ടാക്കിയതൊന്നും, മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയതൊന്നും, റോഡ് ഉണ്ടാക്കിയത്, കാർ ഉണ്ടാക്കിയത്, ബസ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴാണ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കുറച്ച് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത് കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ ഇണയുമായിട്ട് ഒന്നിച്ചു ചേർന്ന പ്രവൃത്തി 20 വർഷം ഞങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞ് സ്വതന്ത്രരായിട്ട് വീണ്ടും വ്യക്തികളായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും പിണങ്ങി പിരിയോ അല്ല, പിണങ്ങിയിട്ടല്ല. ജയശ്രീ മാം ഇപ്പോൾ ഭാര്യ എന്ന് പറയുന്നതാണോ സുഹൃത്ത് എന്ന് പറയുന്നതാണോ കൂടുതൽ ശരി? ഞാൻ സുഹൃത്തായിട്ട് മുഴുവൻ സമയം ഉണ്ടായിട്ടുണ്ട്, ഒരിക്കലും ഭാര്യയായിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ല, ഇണകളായിട്ട് ജീവിച്ചിട്ടേ ഉള്ളൂ. അത് തന്നെ പ്രണയപൂർവ്വം ജീവിച്ചിരുന്ന കാലമാണത്. അതിന് ഒരു 16-17 വർഷം വരെ നമ്മളുടെ അറിവ് കൊണ്ട് നീട്ടും. 10 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ പോവും സാധാരണ പ്രണയം. നമുക്ക് അറിവും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് ഇങ്ങനെ കുറയും, വയസ്സാകും എന്ന് നമ്മൾ അറിയുന്നത് പോലെ തന്നെ യൗവനം പോവും എന്നറിയുന്ന പോലെ പ്രണയം പോകും എന്നറിയുന്ന കാരണം കൊണ്ട് നമുക്ക് കുറച്ച് അത് കൊണ്ടുപോകാൻ പറ്റി. അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് തീർന്നു പോയി. തീർന്നു പോയി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് നാൾ ചെയ്യാൻ ബാധ്യത വരുന്നത് നമുക്ക് പകരം ഉണ്ടായിരിക്കുന്ന ഈ കുഞ്ഞിനാണ്. അതുകൊണ്ടാണ് ഒന്നിച്ചിരിക്കേണ്ടത്. പക്ഷെ കുട്ടി വളർന്നതിന് ശേഷം പിന്നെന്തിനാണ് എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ലോകത്ത് നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു പണിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം പറയാം. ഇപ്പൊ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി നീ വിവാഹം കഴിക്കണം, കാരണം പ്രായമാകുമ്പോൾ നിന്നെ ആരാ നോക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടേ, അങ്ങനെ ഒരു ചോദ്യം അവിടെ. പരസ്പരം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെന്തുകൊണ്ടാണ് പ്രായമായ സ്ത്രീകളെ വിവാഹം കഴിക്കാത്തത്? അതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാരെ നോക്കാനായിട്ട് ഒരാളെ ഉണ്ടാക്കുന്നതല്ലാതെ ഇതുവരെ പുരുഷന്മാർ സ്ത്രീകളെ എപ്പോഴെങ്കിലും പരിചരിക്കുന്ന കണ്ടിട്ടുണ്ടോ? വല്ല അസുഖം വന്ന് പെട്ടുപോയെങ്കിൽ മാത്രമേ നോക്കൂ. മറ്റേ പുരുഷനെ നോക്കാൻ വേണ്ടി അവനേക്കാൾ 5-10 വയസ്സ് ഇളയതായ ഒരാളെ നോക്കും. അവനേക്കാണ് ബലം കുറവുള്ളവരാണോ നോക്കും. ധനം അല്പം കുറവ്, കാരണം ഭരിച്ചു കളഞ്ഞാലോ എന്ന് മേടിച്ചിട്ട് ഇതെല്ലാം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അല്ലാതെ പരസ്പരം നോക്കുന്ന ഈ കഥയൊക്കെ കഥയോ ഒരു നോട്ടലും ഇല്ല. വയസ്സുകാലത്ത് പുരുഷനെ നോക്കുന്ന സിസ്റ്റമാണ് വിവാഹം. അല്ലാതെ സ്ത്രീകളെ നോക്കുന്നത് മക്കള് നോക്കണമെന്നാണ് കഥ. മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് പരീക്ഷയ്ക്ക് പഠിപ്പിച്ചിട്ട് അവരെങ്ങനെ അമ്മയച്ഛനെ നോക്കും? നോക്കാനും പറ്റത്തില്ല. എല്ലാ വീട്ടിനകത്തും ഇപ്പൊ ചെന്ന 2 പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. മക്കള് ഫുൾ എബ്രോഡും. അവർക്ക് പഠിച്ചവരവിടെ പോവുക അല്ലാതെ വേറെന്താ വഴി? നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ ജീവിക്കാനല്ല. പണ്ട് ഈ കൃഷിക്കാരായിരുന്നു, കൃഷി കുടുംബമാണ്. അമ്മയുടെ അച്ഛൻ്റെ സ്വത്തിനകത്ത്, അമ്മയുടെ അച്ഛൻ്റെ അറിവിനകത്ത് അവർ പഠിപ്പിച്ച കൃഷിയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നത്. സ്കൂൾ തുടങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് മക്കൾ തിരിച്ചു വരാനൊക്കില്ല. അവധി എടുത്തേ വരാൻ പറ്റൂ. അമ്മയും അച്ഛനെയും നോക്കാൻ പറ്റില്ല. അമ്മയും അച്ഛനും തന്നെത്താൻ നോക്കുന്നതും ചുറ്റുപാടുമുള്ള അവരെ പോലിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു പാടുമില്ല. ഞാൻ അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെയല്ല, എൻ്റെ ഇണയുടെ കൂടെയല്ല, മറ്റു മനുഷ്യരുടെ ജീവിതത്തിനകത്താണല്ലോ. എന്നെ ആവശ്യമുള്ളിടത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മറ്റേത് ആവശ്യമില്ലാത്തടത്ത് നമ്മൾ അച്ഛനും അമ്മയും ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മക്കൾ വിവാഹം കഴിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കടന്നു ചെന്നോ ആ വിവാഹം തകർത്ത് കളയവർ. കാരണം പഴയ യൂണിറ്റിലേക്ക് വരെ പിടിച്ചോണ്ട് വരാൻ നോക്കും. നീ എൻ്റെ മകളാണ് മകനാണെന്ന് പറയും, അതിനകത്ത് ഇടപെടും. അങ്ങനെ അവർ തമ്മിൽ യൂണിറ്റ് ആകാൻ സമ്മതിക്കാതാണ് ഈ അമ്മായി അമ്മ തരുമോള്
അമ്മായിപ്പനും മരുമോനെന്നൊരു പേരില്ല, ഒരു പോരിനെ പറ്റി പറയാറില്ല. കാരണം അവർ ഒരിക്കലും ജീവിച്ചിട്ടില്ല, ഒരിക്കലും ജീവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അമ്മായിമ്മയും മരുമോളും തമ്മിൽ പ്രശ്നമുള്ളൂ. കാരണം അവരെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ദ്രോഹമാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇത് കേൾക്കുമ്പോ പല പെൺകുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാവും അല്ലേ? പെൺകുട്ടികൾ സന്തോഷമാകുന്നതല്ല, അവര് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ 2 യൂണിറ്റ് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന പ്രശ്നമാണ്. ഈ കസേരയിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ശ്രമിച്ചാൽ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? ആ പ്രശ്നമാണ് ഈ വീട്ടിലുണ്ടാകുന്നത്. എല്ലാ കാര്യത്തിനകത്തും കറി വെക്കുമ്പോൾ ഇങ്ങനെയാ വെക്കേണ്ടത്, സാമ്പാർ ഇങ്ങനെയാണ് വെക്കേണ്ടത്, ഉപ്പ് ഇത്രയാണ് ഇടേണ്ടത്, ആ പാത്രം അവിടെയാ വെക്കേണ്ടത്, ഈ തോർത്ത് എല്ലാം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ശ്വാസം മുട്ടി ചത്തുപോകും. 2 വീട്ടിലേ ആരംഭിക്കാവൂ. അപ്സ്റ്റെയറും ഡൗൺ സ്റ്റെയറും ഉണ്ടെങ്കിൽ അപ്സ്റ്റെയറും ഡൗൺ സ്റ്റെയറെങ്കിലും ആയുണ്ട്. 2 അടുക്കള കണിശമായിരിക്കണം. ഇതൊക്കെ നമ്മൾ ആധുനിക ജനാധിപത്യത്തിനകത്ത് ആവശ്യമാണ്. മറ്റേ കൃഷി കുടുംബമായിരുന്നു, അവിടെ വേറെ ഒരു അറിവ് നമുക്കില്ല. ഈ അമ്മയും അച്ഛനെയും ആശ്രയിച്ച് തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് വേറെ വരുമാനം കൊണ്ട് സ്വന്തമായി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ മറ്റവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പഴയതുപോലെ വീട്ടിനകത്ത് താമസിപ്പിക്കാനാണ് പരിചാരകയായിട്ട്, അമ്മയുടെ പരിചാരകയാക്കി ഭാര്യയെ മാറ്റാൻ ശ്രമിക്കുന്നത് വഴിയാണ് നമ്മൾ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാകുന്നത്. പുതിയ യൂണിറ്റാണ് രൂപപ്പെട്ടതെന്ന് അറിയേണ്ടതുണ്ട്. ആ 2 യൂണിറ്റിന് 2ആയിട്ടുള്ള സ്പേസ് വേണം. നമ്മൾ ഞാൻ നേരത്തെ ഞാൻ ആ കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സകല ചിരിയും തീരും. മര്യാദയില്ലാതെ ഞാൻ പെരുമാറും, ഇത് മുഴുവൻ അനുഭവിക്കും. ഇത് 2 പേര് ഒരു വീട്ടിനകത്ത് ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന, ഇതിൻ്റെ നടുവിൽപ്പെട്ട ഹൃദയഭേദന ഉണ്ടാകുന്ന, ഹൃദയം തകർന്ന ഭർത്താക്കന്മാരുടെ കഥയാണ് സീരിയൽ മുഴുവൻ. ഇവന്മാരാണ് എഴുതുന്ന മുഴുവൻ. ഈ സീരിയൽ മുഴുവൻ ഉണ്ടാക്കുന്നത് ഈ പുരുഷന്മാരാണ്. അവന്മാർ ഈ കഥ അവന്റെ ഭാര്യയോട് പറയാൻ പറ്റാത്തതുകൊണ്ട് സീരിയൽ എഴുതി കേൾപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അവിടെയുള്ള സ്ത്രീകൾക്കും സന്തോഷം. ഇതാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പണി എടുക്കുന്നതിന് പകരം നമ്മൾ ഈ 2 യൂണിറ്റ് തമ്മിൽ ചേർക്കാൻ കഴിയില്ല എന്ന് അറിയേണ്ടതുണ്ട്. മറ്റത് പണ്ട് ചേർന്നിരുന്നത് മറ്റു വഴിയില്ലാതെ, വേറൊരു അറിവും നമുക്കില്ല, ജീവിക്കാൻ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കഴിഞ്ഞിരുന്നവരാണ് കൃഷിക്കാർ. ആ യൂണിറ്റ് അവിടെ തീർന്നു. അത് മാത്രമല്ല, അന്ന് എന്നും സ്ത്രീകളുടെ വീട്ടിൽ പോയിട്ട് അമ്മയും അച്ഛനെ നോക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നുള്ള കാര്യം അപ്പോൾ ചർച്ച ചെയ്യത്തില്ല. അല്ല, അവർക്ക് അമ്മയും അച്ഛനും ഇല്ലെന്നുള്ളതാണ് സത്യം. ഭാര്യമാർക്ക് അമ്മയും അച്ഛനും ഇല്ല. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് എൻ്റെ സ്ഥലം. അങ്ങനെ സ്ത്രീകളെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതിരുന്ന കാലത്ത് നടന്നിരുന്ന ഒരു കുടുംബത്തിനെ പറ്റിയാണ് ഈ മലയാളിക്കരയിലിരുന്ന് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീരിയൽ മുഴുവൻ ഉണ്ടാക്കുന്നത് അവരവരുടെ വീട്ടിലുള്ളവരോട് പറയാനാണ്, അല്ല വേറെ ഒന്നിനുമല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്നിട്ട് ഈ ക്രൂര കഥാപാത്രങ്ങളായിട്ടാണ് സ്ത്രീകൾ പ്രത്യക്ഷപ്പെടുന്നത്. കുശുമ്പും കുന്നായ്മയായിട്ട് സകലരെയും തമ്മിലടുപ്പിക്കുന്ന കുറെ സ്ത്രീകളായിട്ട് അവരെ ചിത്രീകരിച്ച് നിയന്ത്രിക്കാനാണ് ഈ നോക്കുന്നത്. ഈ ഡ്രഗിന്റെ മേളിൽ നടക്കുന്നത് പോലെയാണ് ഈ കുടുംബത്തിനകത്തെ ഈ സ്ത്രീ പുരുഷ ബന്ധം മുഴുവനും ഡ്രഗിന് തുല്യമായിട്ട് അപകടകരമായ, കല്യാണം പോലെ അപകടകരമായ ഒന്ന് ഇന്നൊരു സ്ത്രീക്കില്ല. കൊല്ലപ്പെട്ടു പോകാനും ആത്മഹത്യ ചെയ്യാനും ഡിപ്രസീവായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനും മാത്രമാണ് ഇന്ന് വിവാഹം സഹായിക്കുന്നത്. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി, വിവാഹം കഴിച്ചതിനേക്കാളും കൂടുതൽ വിവാഹമോചനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കുടുംബ കോടതി പ്രത്യേകം ഉണ്ടാക്കിയില്ലേ? അത് അത്രയും ഹാൻഡിൽ ചെയ്യാൻ വയ്യാത്ത അത്രയും വന്നു എന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ടാണോ? ഈ സകല ജാതകവും നോക്കി ചൊവ്വയെ കറക്റ്റായിട്ട് നിലനിർത്തി അതിനെ ഇണക്കി, ഇച്ചിരി ഇണങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ 2 പൂജയും നടത്തി ഇണക്കിയും കൂടെ ചെയ്തിട്ട് നടത്തിയ വിവാഹങ്ങളാണ് ഈ വിവാഹമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ നമ്മൾ നോക്കി എത്ര പൊരുത്തം നോക്കിയിട്ടുള്ളവരാ, എത്ര തവണ നോക്കിയിട്ടുള്ളവരാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് വിവാഹമോചനം ഉണ്ടായതെന്ന് പറയണ്ടേ? കുടുംബം തകർക്കുന്നവനായിട്ടാണ് എന്നെ പറ്റി പറയുന്നത്. കാശിന് കൊള്ളാത്ത കുടുംബത്തിൽ ജീവിക്കരുതെന്ന് മാത്രമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യപരമായിട്ട്. നേരത്തെ പറഞ്ഞില്ലേ, കടന്നു വരുന്നവർക്ക് 2 വഴി ഉണ്ടാക്കി കൊടുക്കുന്ന വീടൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്. സമത്വപരമായി പെരുമാറാൻ പഠിക്കണം. പുരുഷന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, എങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിനെ ബഹുമാനിക്കേണ്ടത്. അല്ല, പുരുഷന്മാരാണ് ഈ പ്രപഞ്ചം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അഭിനയിക്കാൻ വേണ്ടിയല്ല. പുരുഷന്മാർ കരഞ്ഞുകൂടാ, എന്നിട്ട് അതിന് കരഞ്ഞുകൂടാ. അവന്മാർ എന്നിട്ട് കരയാതെ പിടിച്ചോണ്ടിരിക്കും. എല്ലാ വിഷമം കൂടി ഉള്ളിൽ അങ്ങാടി തോക്കും. എന്നിട്ട് അമ്മയോട് എന്ന് പറയുന്ന പോലെ ഇവിടെ വന്ന് പെണ്ണും പിള്ളേ എടുത്തിട്ട് ഇടിക്കും. ഇതൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ മദ്യപാനത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ? പുരുഷന്മാരെല്ലാം മദ്യപിക്കുന്നവരാണ്, സ്ത്രീകൾ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു ഡിവിഷൻ? ഇതെന്താ, പുരുഷന് കഴിക്കാമെങ്കിൽ സ്ത്രീക്കും കഴിക്കരുതോ? സ്ത്രീകൾക്ക് പുരുഷന്മാർ ഈ സ്ത്രീകൾ എപ്പോഴും വിചാരിക്കുന്നത് ഈ മദ്യം കഴിക്കാതിരിക്കുകയാണ് ഈ പുരുഷൻ നേരെയാണെന്നാണ്.
പക്ഷെ ഇവരുമായിട്ട് ജീവിച്ചാൽ മദ്യം കഴിക്കുന്നവരായിട്ട് അവർ മാറും എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അത് കാരണം അവരുടെ തെരഞ്ഞെടുപ്പല്ല അത്. ഇത് വീട്ടുകാരെല്ലാവരും കൂടെ നടത്തിയ ഒരു സംഭവമാണ്. ഇവർ തമ്മിൽ ചേരത്തില്ല. സ്ത്രീക്ക് വേറെ, സ്ത്രീയുടെ വരുമാന മാർഗമായി പണ്ട് വിവാഹമായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കത്തില്ലായിരുന്നു. വിദ്യാഭ്യാസം കുറഞ്ഞിരിക്കണം കല്യാണം കഴിക്കണമെങ്കിൽ. കൂടിയ വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ ഇവൻ കല്യാണം കഴിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന മെക്കാനിസം കൊണ്ടാ. പുരുഷനെ നോക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി സ്ത്രീകളെ കാണുന്നതാണ് ഇപ്പോഴത്തെ കുടുംബ സംവിധാനം. അതുകൊണ്ടാണ് സമ്മതിക്കുന്നുണ്ട്. അത് അവര് സമ്മതിക്കുന്ന കുട്ടിക്കാലം തൊട്ട് നിങ്ങളെ പെണ്ണുങ്ങളാക്കി വളർത്തിയാൽ അങ്ങനെ ആയി പോവും. പശുക്കളെ നമ്മൾ അഴിച്ചു വിട്ടാൽ പോയി തിരിച്ചു വരത്തില്ലേ? കോഴിയെ നിങ്ങൾ അടിച്ചു വിട്ടാൽ പോയാൽ തിരിച്ചു വരത്തില്ല. അതാണ് ഈ കാണുന്ന ഈ കുലസ്ത്രീകൾ മുഴുവനും. ഈ പശു ആടും കോഴിയാണ്. അതല്ലാതെ അതിന് സ്വന്തമായ തീരുമാനം എടുത്തിട്ട് പോകാനൊക്കത്തില്ല. ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടിമത്തം ഇന്ന് തീർന്നു എന്ന് പറഞ്ഞ അമേരിക്കയിലെ ഡിക്ലറേഷൻ ഉണ്ടായി. അന്ന് ഈ എല്ലാ തോട്ടത്തിനകത്തു നിന്നും വീടുകളിനകത്ത് അടിമകളായി കഴിഞ്ഞിരുന്ന ആളുകളെല്ലാവരും സ്വതന്ത്രരായെന്ന് ഗവൺമെന്റ് തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്തത്. ഇവരെല്ലാവരും കൂടെ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോയി. എവിടോട്ട് പോകണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. അത് തന്നെയാണ്, ഇത് തന്നെയാണ് ഈ ഭാര്യ ആയിരിക്കുന്നവരുടെ പ്രശ്നം. ആലോചിച്ചാൽ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. റോഡിൽ ഇറങ്ങാൻ നടക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ബോൺസായി ആയിട്ട് വളർത്തിയവരാണ് ഈ കാണുന്ന പെണ്ണുങ്ങളല്ല. മരത്തെ കയറാൻ സമ്മതിക്കത്തില്ല. തന്നെത്താൻ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ആക്കി വളർത്തിയിട്ട് കഴിവില്ലാത്തവരാക്കി മാറ്റിയിട്ട് ആശ്രയിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ. അല്ലാതെ സ്ത്രീയും പുരുഷനും അങ്ങനല്ല. എല്ലാ ഭാരം പൊക്കുന്നതിനകത്ത് മാത്രമാണ് പുരുഷന് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. സ്പേസിൽ പോകുന്നതിനോ കാർ ഓടിക്കാൻ സ്കില്ലെന്ന് പറയുന്ന സാധനത്തിന് ഒരു ബലവും ആവശ്യമില്ല. കാർ ഓടിക്കാൻ വേണ്ട, ബുൾഡോസർ ഓടിക്കുന്ന, ഇപ്പോഴും ഒരു ബസ് ഓടിക്കുന്ന പെണ്ണിനെ കണ്ടാൽ നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിടും. അത്ഭുതകരം. എന്ത് അത്ഭുതം! അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുവിധമുള്ള എല്ലാ ഇതിനകത്തും പെണ്ണുങ്ങൾ അത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാണാം. വലിയതായ നമുക്ക് കണ്ടാ പേടി വരുന്ന 18 വീലുള്ള ട്രക്കാണ് ഓടിച്ചു നടക്കുന്നത്. ഈ പ്ലെയിനിന് ഓടിക്കുന്നതിന് പുരുഷനാകേണ്ട ആവശ്യമുണ്ട്. ഭാരം വെക്കുന്നിടത്ത് മാത്രമേ ആവശ്യമുള്ളൂ. വേറെ ഒരു ആവശ്യമില്ല. ബലം മാത്രമാണ് അല്പം കൂടുതലുള്ളത്, അല്ല വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ പഠിച്ച സ്കില്ലാണ്. അത് ആരെ പഠിപ്പിച്ചാലും ആക്കും. സർക്കസ് കളിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളല്ലേ? എന്താ മരത്തെ കയറാൻ പറ്റത്തില്ലേ? വെറുതെ നോക്കിയാൽ മതി. വെള്ളത്തിനകത്ത് നീന്തുന്നതിനും ഇത് ചെയ്യുന്നതും എല്ലാം നമ്മൾ നോക്കിയല്ലോ. ആകെ 2 സെക്കൻഡ് നേരത്തെ ഓടുന്നതാണ് പുരുഷന്റെ ബലം. അത്രേ ഉള്ളു. അവനെ ഓടി ആ മാനെ പിടിക്കേണ്ട ആവശ്യമുണ്ട്. തോക്ക് കണ്ടുപിടിച്ച സ്ഥലത്ത് നമുക്ക് ഇനി എന്തിനാ ആവശ്യം? എല്ലാ പുരുഷന്മാർക്കും മരത്തെ കയറാൻ അറിയാമോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ മരത്തെ കയറാൻ അറിയാവുന്നുള്ള തരത്തിലാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട. പരിശീലനം കിട്ടാതെ നമുക്ക് അത് പറ്റത്തില്ല. ആർക്ക് പരിശീലനം കൊടുത്ത് ചെയ്താലും അവരെല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. അതിനകത്തെ കൂടുതലും കുറവും ഉണ്ടാകും. അത് എല്ലാ പുരുഷന്മാരും തമ്മിലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ പോക്കാൻ കഴിവുള്ളവരും പോക്കാൻ കുറവുള്ളവരുമായിട്ട് മാറും എന്നേ ഉള്ളൂ. അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. വണ്ടി ഓടിക്കുന്നതിനായാലും പ്ലെയിൻ ഓടിക്കുന്നതിനായാലും റോക്കറ്റിൽ കയറി പോകാനും സ്പേസിൽ പോകുന്നതിനായാലും സ്കില്ലിനകത്താണോ ലോകത്ത് ആർക്കും ചെയ്യാം. കേരളത്തിലെ പുരുഷന്മാരെ നോട്ട് ദിസ് പോയിന്റ് പ്രത്യേകമായിട്ട് നമ്മളത് എടുത്തു പറയണം. നമ്മൾ നേരത്തെ പാരന്റിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. ഡിറ്റാച്ച്മെന്റ് ആണോ അറ്റാച്ച്മെന്റ് ആണോ പാരന്റിങ്ങിൽ കൂടുതലായിട്ട് വേണ്ടത്? അപ്പൊ അതിനൊരു എക്സാമ്പിൾ. 2 വരിയും വാക്കും ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന പഴയ ഫിലോസഫി പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനൊന്നും അല്ല അത് മനസ്സിലാക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് അവർ നിസ്സഹായരായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യ കുഞ്ഞുങ്ങൾ, ഒരു കഴിവും ഇല്ലാത്തവരാണ്. തല പോലും നേരെ നിൽക്കാത്തതാണ്. കാരണം അതൊക്കെ എവല്യൂഷണറി ആയിട്ട് മനസ്സിലാക്കേണ്ട സ്ഥലങ്ങളാണ്. എന്തുകൊണ്ട് നേരത്തെ ജനിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിയണം. അതേസമയത്ത് ഒരു കുരങ്ങൻ്റെ കുഞ്ഞു പോലും പിടിച്ചിരിക്കും, ശരീരത്തിൽ പിടിച്ചിരിക്കും. മറ്റേ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിനകത്ത് ഓടി തുടങ്ങും. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വേറൊരു വലിയ ഏരിയ ആണ്. അതിലോട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് നിസ്സഹായമായാണ്. ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതിന് ഫുൾ ടൈം അറ്റൻഷൻ കൊടുക്കേണ്ട തരത്തിലാണ്. പണ്ടാണെങ്കിൽ ഒരു ഗോത്രത്തിനകത്താണ് ഒത്തിരി പേരുണ്ടാവും, ഒരു 10-30 പേരാണ്. അവരെല്ലാവരും കൂടെ പല കൈമാറിയ കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത്. ഈ വളർത്തിയിരുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കൃഷി ആരംഭിക്കുമ്പോഴാണ് ഒരു പ്രദേശത്ത് താമസിച്ച് താമസിക്കുന്ന അപ്പോൾ ഒരു 10 പേരുള്ള ഒരു വീടിനകത്ത് അപ്പോഴും 10 പേരെങ്കിലും ഉണ്ടാകും. വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടാണ് അണുകുടുംബം ഉണ്ടായത്. കുഞ്ഞ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ പണിയെടുക്കാൻ 24 മണിക്കൂർ നോക്കാനായിട്ട്
നമ്മൾ ഈ സ്കൂളും സാധനവും സിസ്റ്റം ബാക്കി വേറെ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അറ്റാച്ച്ഡ് ആകണോ എന്ന് ചോദിക്കുന്ന ചോദ്യവും ഡിറ്റാച്ച്ഡ് ആകണോ എന്ന് ചോദിക്കുന്നത് ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യ കാലങ്ങളിലെ ടോട്ടൽ അറ്റാച്ച്മെന്റ് ആവശ്യമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പുറം രാജ്യങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനൊരു സിസ്റ്റം ഉണ്ട്. കുഞ്ഞിനെ തൊട്ടിൽ തന്നെ കിടത്തണം, കാറിന്റെ പിൻവശത്ത് തന്നെ ഇരുത്തണം, അങ്ങനെയൊക്കെ. അല്ല, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കാനതുള്ളത് ആ രാജ്യത്ത് ആദ്യ കാലത്ത് ചെയ്യുന്നത് മര്യാദകെട്ട തെറ്റായ സൈക്കോളജി മാത്രം പഠിച്ച കഴുതകൾ പറയുന്ന കേട്ടിട്ടുണ്ടാക്കിയതാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ അമ്മയുടെ ചൂട് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് കേരളത്തിൽ അമ്മയുടെ ചൂടൊന്നുമല്ല. അല്ല, അങ്ങനെയല്ല. കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് വയറി കിടക്കുന്ന കുട്ടി നമ്മുടെ അമ്മയുടെയും ഹാർട്ട് ബീറ്റ് കേട്ടാ വളരുന്നത്. അത് ആശ്വസിക്കാൻ പെട്ടെന്ന് സേഫ്റ്റി അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ ദേഹത്ത് തന്നെയാണ്. അത് ഈ സൈക്കോളജി ഉണ്ടാക്കി ഈ ഇവന്മാര് കുഞ്ഞ് കരഞ്ഞാൽ എടുക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ ഫ്രോയിഡിന്റെ കാലം തൊട്ട് തുടങ്ങിയ ഒരു ദ്രോഹമാണ് ഈ വെസ്റ്റിലത്. ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് പറയുന്നത് സ്വാഭാവികമായി കുഞ്ഞ് നമ്മളിൽ നിന്ന് അകലുന്ന പ്രായമുണ്ട്. അതൊരു 10 തൊട്ട് 12 വയസ്സിനകത്ത് സംഭവിക്കും. അതുവരെ അമ്മയും അച്ഛനും അവരെ നിരന്തരം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ തീരുമാനവും നമ്മളായിരിക്കേണ്ടത്. കുട്ടിക്ക് തീരുമാനം എടുക്കാൻ അനുവദിച്ചുകൂടാ 10-12 വയസ്സ് വരെ. അതുവരെ അവർക്കറിയില്ല. അല്ലാതെ കുട്ടികളെ അഴിച്ചു വിടുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. കുട്ടികൾ തുള്ളിക്കളിക്കുകയും ചാടുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ട എന്ന തീരുമാനം 10-12 വയസ്സിനകത്ത് കാണിച്ചതായിട്ടും അതുവരെ നമ്മൾ ചെയ്തേ പറ്റും. അത് കഴിയുമ്പം അതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് വിടുതൽ നേടുന്നതിന് സ്വാഭാവികമായി ശ്രമിച്ചു തുടങ്ങും. ആ തുടങ്ങുന്നതിനനുസരിച്ച് നമ്മൾ പേരൻ്റ് അല്ലാതായി മാറേണ്ടതുണ്ട്. പുറകോട്ട് മാറിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മൾ അവിടുത്തെ സാധനം കാണിച്ചിട്ട് ഇവിടുത്തെ സാധനം കാണിക്കുമ്പോൾ അവിടുത്തെ മര്യാദ കേട് ഇവിടുത്തെ ശരിയായിട്ട് വരരുത്, അങ്ങനെ അല്ലാതെ പറയുന്നത്. ഇവിടെ അത് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ അടിമകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അടിമകളെ ഉണ്ടാക്കുന്നതാണെന്ന് അനുസരണം പഠിപ്പിക്കാനായിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ വളർച്ചയെ പറ്റിയോ നമ്മളെ പറ്റിയോ സമൂഹത്തിനെ പറ്റിയോ അറിഞ്ഞുകൂടാത്തവരാണ് ഈ പേരന്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണത് രണ്ടിടത്തും തെറ്റാ ചെയ്യുന്നത്. അല്ല, ഒരിടത്ത് ശരി, ഒരിടത്ത് പിൽക്കാലത്തെ ശരിയുണ്ട്, ഇവിടെ ആദ്യകാലത്തെ ശരിയുണ്ട്. അല്ലാതെ ഇത് ഈ പ്രോസസ്സിനെ പറ്റിയുള്ള അറിവാണ് വേണ്ടത്. അപ്പം കുട്ടി ടീനേജിലായി തുടങ്ങുന്ന തൊട്ട് സ്വതന്ത്രമായി ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിവുള്ളതെല്ലാം ആദ്യമേ അനുവദിക്കണം. അതിന് നമ്മൾ അനുവാദം കൊടുക്കാനിരിക്കരുത്. അത് നമുക്ക് അറിയേണ്ടതാണ്. മരത്തെ കയറി തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം. തീരെ കുഞ്ഞായിരിക്കണം, കൂടെ നിൽക്കണം. മരത്തെ കയറരുതെന്ന് പറയാനല്ല കൂടെ നിൽക്കേണ്ടത്. കയറരുതെന്ന് പറയാനായിട്ട് ഒരു സാധനവും ചെയ്യല്ല, കൂടെ നല്ല. അപ്പോഴാണ് പേരൻറ്റിങ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കുട്ടിയെ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ശ്രദ്ധയോടെ പരിചരിക്കുന്നതാണ് പേരൻറ്റിങ്. ചെയ്യരുതെന്ന് പറയാനല്ല. ചെയ്യരുതെന്ന് പറയേണ്ടി വരുന്നത് തീയില് പിടിക്കാനായിട്ട് പോവുക, വെള്ളത്തിൽ നീന്തൽ അറിഞ്ഞുകൂടാതെ ചാടാൻ പോകുമ്പോൾ പറയേണ്ട കാര്യമാണ് ഏതാണ് വേണ്ടതെന്ന്. അപ്പോഴാ തീയെ പിടിക്കുകയാണെങ്കിൽ ഒരു മെഴുകുതിരിയാണ് പിടിക്കാനായിട്ടൊരു കുഞ്ഞ് പോവുകയാണെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക. കാരണം പരമാവധി ഒന്ന് കയ്യൊന്ന് കൊള്ളത്തേ ഉള്ളൂ. അതോടെ അത് പഠിക്കും. ഓക്കെ. പക്ഷെ ഈ അനുഭവം എല്ലാ സ്ഥലത്തും വണ്ടി ഇടിക്കുന്നത് പഠിക്കാനായിട്ട് വിടാനൊക്കത്തില്ല. ഇതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യാൽ പിടിച്ചിട്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഒരു അനുഭവിച്ചറിഞ്ഞ് പഠിക്കണമെന്ന് പറയുന്നവർ ഇതുപോലെ അറിയണം. എല്ലാ അനുഭവവും അത് കണ്ടുപഠിക്കേണ്ടതുകൊണ്ട് കൊണ്ട് പഠിക്കേണ്ടതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ അറിയേണ്ടതുണ്ട്. ആ നിലവാരത്തിൽ ആ വിഷയങ്ങളെ അവിടെ അതാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. എവിടെ വരെയാണ് ഈ കുഞ്ഞിന് നമ്മൾ ഓരോന്ന് ചെയ്യാൻ അനുവാദം കൊടുക്കേണ്ട. കറണ്ടിൽ തൊടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെഴുകുതിരി തൊടുന്ന പോലെ അനുവദിക്കാൻ ഒക്കത്തില്ല. നമ്മളാണ് അറിയേണ്ടത്. ഒരു 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 സൂചി എടുത്തിട്ട് ഇത് പ്ലഗിനകത്ത് ഇടാനായിട്ട് പോവുകയാണെങ്കിൽ നോ എന്ന് തന്നെ പറയണം. പക്ഷേ ഒരു കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ ആദ്യമേ കൊടുക്കണം. ചോദിച്ച അപ്പം കൊടുക്കണം. കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം അവർ ചോദിക്കുന്നെങ്കിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കരഞ്ഞു ഉരുണ്ടുവായാലും നോ എന്ന് പറഞ്ഞാൽ നോ എന്ന അർത്ഥം, യെസ് എന്ന് പറഞ്ഞാൽ യെസ് എന്ന്. എനിക്ക് കനിയെ വളർത്തുന്ന സമയത്ത് ഒരു പാടുമില്ലായിരുന്നു. കാരണം അവർക്കറിയാം നോ എന്ന് പറയണ്ടേ. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ തന്നെ അപ്പം തന്നെ അറിയാം. ഓക്കെ, അത് കഴിഞ്ഞെന്നറിയാം. അല്ലാതെ ചിണുങ്ങത്തില്ല. ഈ ചിണുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് അനുവദിക്കുന്ന വഴിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞത്. അപ്പൊ ഈ വീട്ടിലെ അമ്മൂമ്മമാര് ചിണുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും.
എന്തുകൊണ്ടാണെന്നറിയോ, അവർ ആ മക്കളെ വളർത്തിയത് അവർ നന്നായിട്ടില്ലാത്തതുകൊണ്ട് ഇളയ ഈ കൊച്ചുമക്കളെ ഇണക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്തു കൂടാതൊക്കെ അവർ ചെയ്യും. മുട്ടായി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൂടെ രഹസ്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ അതുകൊണ്ടാണ് ഈ അപ്പൂപ്പന്മാരും അമ്മമാരുടെ കൂടെ താമസിക്കുകയെന്ന് ഞാൻ പറയുന്നതിനകത്ത് കുട്ടികളെ വളർത്താനേ പറ്റത്തില്ല. ഭയങ്കര പ്രശ്നമാണ്. അതേസമയത്ത് കുറച്ച് നേരം കളിക്കാൻ വിടണം. അപ്പൂപ്പനും അമ്മയ്ക്ക് ജീവനോട് ഇരിക്കുന്നതിനും സന്തോഷിക്കാനും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ 2-3 മണിക്കൂറേ കൊടുക്കാവൂ. ഇതൊക്കെ ഈ പറയുന്ന പേരൻറ്റിങ്ങിനെ പറ്റി സൂക്ഷ്മമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇതിനകത്ത് ഞാൻ ജനറലായിട്ട് പറയുകയാണ്, ഒരു 12 വയസ്സ് വരെ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് കുട്ടികളെ ചെയ്യണം. പക്ഷേ അത് കഴിഞ്ഞാൽ പേരൻ്റ് അല്ലാതാകുന്നത് നമ്മൾ പഠിച്ചു തുടങ്ങണം. അവരുടെ അനുവദിക്കാവുന്ന ഓരോ മേഖലകൾ അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരോടൊപ്പം അവരെ ഒബ്സർവ് ചെയ്യുന്ന ദൂരെ നിന്നിട്ട് മാത്രം കണ്ടുകൊണ്ട് വിഷമിക്കേണ്ടി വരും നമ്മൾ. അല്ലാതെ പഠിപ്പിക്കാനൊക്കത്തില്ല. സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ച് അവർ കണ്ണിന്ന് എടുത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ കാണാത്തടത്ത് റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ വെപ്രാളം നമുക്ക് വരും. ഈ വെപ്രാളം അനുഭവിക്കാതെ ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല. നമുക്ക് ഈ വെപ്രാളം ഒഴിവാക്കാൻ വേണ്ടി കുട്ടിയെ പുറത്ത് വിടാതിരിക്കുക എന്നുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകുന്നത്. കഴിവില്ലാത്ത സ്ത്രീകളും കുട്ടികളും ഉണ്ടാകുന്നത് നമ്മൾ അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പം എങ്ങനെ അനുവദിക്കണമെന്നുള്ളത് അറിയുന്നതാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ചെയ്യാനായിട്ട് പോകുമ്പോൾ കൂടെ നിൽക്കണം. ഇപ്പോൾ ഈ സമ്മർസോൾട്ട് അടിക്കുന്നതിനും ഈ അഡ്വഞ്ചർ സ്പോർട്സും ഒക്കെ കുട്ടികളൊക്കെ മറ്റു രാജ്യത്തുള്ളവർ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങി ചത്തു പോകുന്ന കുട്ടികളെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ 2 സമീപന രീതിയുണ്ട്. രക്ഷിക്കാൻ പോയിട്ട് കഴിവില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കും, കഴിവില്ലാത്ത ജനങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. 16-17 വയസ്സാകുമ്പോഴത്തേന് അവർ വിടുതൽ നേടിയിട്ടുണ്ടാവും. അത് നമ്മൾ ഈ 18 വയസ്സെന്ന് വെക്കുന്നത് 22 വയസ്സ് വ്യക്തിഗതമായ വേരിയേഷൻ ഇതിനകത്തെല്ലാം ഉണ്ടാവും. ചിലർക്കാണെങ്കിൽ ഒരു 19-20 വയസ്സ് 25 വയസ്സ് വരെയൊക്കെ ചിലരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യത വരും. അത് വ്യക്തിഗതമായ കുറവും കൂടുതലും ഉള്ളവരായിട്ട് എന്നും കുട്ടികളുണ്ടാകുള്ളൂ. അപ്പോൾ ആ വേരിയേഷൻ ഉണ്ടാകും. പക്ഷെ ജനറലി നമുക്ക് കാണാം ഒരു 18 വയസ്സാകുമ്പോൾ, അതുകൊണ്ടാണ് 18 വയസ്സിൽ ഈ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്, സ്വതന്ത്രമായി തന്നെത്താൻ ചെയ്യാൻ പറ്റുമെന്ന് എന്നറിയുന്നത് പോലുള്ള വ്യത്യാസം. ഈ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് അറ്റാച്ച്ഡ് ആവുകയും അത് കഴിഞ്ഞ് ഡിറ്റാച്ച്മെന്റ് പഠിക്കുകയും ചെയ്യുന്നുണ്ട് പേരന്റ്. ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഇമോഷണൽ കണക്ഷൻ, ഇപ്പം നേരത്തെ ഒരു വെപ്രാളം എന്നൊരു വാക്ക് സാറ് പറയുണ്ടായി. അപ്പം അത് സാറിന് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല. കുട്ടി എന്നെ പോലെ തന്നെ ആണെന്ന് അറിയുന്ന സമയത്ത് എനിക്കത് ആലോചിക്കേണ്ട കാര്യം, പേടിക്കേണ്ട ആവശ്യമില്ല. വേറൊരാളെ പറ്റി നമ്മൾ വെപ്രാളപ്പെട്ടിരിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അത് മനസ്സിലായാൽ മതി. നീ പോയി വണ്ടി എടുത്ത് ഓടിക്കാൻ പറയുമ്പോൾ വെപ്രാളപ്പെട്ടാണോ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരോട് പറയുന്നത്? നമുക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്ത് നീ പോയി ആ സാധനം മേടിച്ചോണ്ട് വരുന്നത് ഞാൻ ഇവിടെ നിന്ന് വെപ്രാളപ്പെടുവോ? അപ്പൊ മറ്റുള്ളവരുമായിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ കൺസേൺ ഇല്ലാത്തവരായിരിക്കുന്ന കൺസേൺ ഉള്ളപ്പോൾ തന്നെയും അവർക്ക് അതിന് കഴിവുള്ളതാണെന്നുള്ള തിരിച്ചറിവോടെ ഇരിക്കാൻ പഠിക്കേണ്ടതാണ്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പേരന്റ് വളരേണ്ടതുണ്ട്, അല്ലാതെ പേരന്റ് വളർന്നു കഴിഞ്ഞവരല്ല. കുട്ടിയെ ഒരു കുട്ടിയെ വളർത്തുന്ന പോലെ വേറൊരു കുട്ടിയെ വളർത്താൻ പറ്റത്തില്ല. 2 കുട്ടികളും വ്യത്യസ്തരായിരിക്കും. 2 തരത്തിലേ വളർത്താനും. അല്ലാതെ ആദ്യത്തെ കുട്ടിയെ വളർത്തി പഠിച്ചിട്ട് 2ാമത്തെ കുട്ടിയെ വളർത്താൻ നോക്കിയാൽ 2ാമത്തെ കുട്ടിയുടെ ജീവിതം പാഴായി. ആദ്യത്തെ കുട്ടിയെ വളർത്തിയ അതേപോലെ അവരെങ്ങനെയാണെന്ന് പഠിച്ച് അവരോടൊപ്പം വളരുക എന്നുള്ളതാണ് 2 കുട്ടിയിലും ചെയ്യേണ്ടത്. മറ്റേതിനെ വളർത്തിയ എളുപ്പമാണെന്ന് തോന്നുന്ന പോലെ ഇതിനെ എളുപ്പമല്ലെന്ന് തോന്നുകയൊക്കെ ചെയ്യും. വ്യത്യസ്തമാണത്. അതിനെ വളർത്താനായിട്ട് പുത്തൻ അച്ഛനും അമ്മയും ആയി മാറേണ്ടതുണ്ട്. ഒരു കുട്ടിക്കൊരു അമ്മയും അച്ഛനേ ഉള്ളൂ. അമ്മയും അച്ഛനും വ്യത്യസ്തമായ മക്കളാവുള്ളത്. അല്ലാതെ ഒരമ്മയ്ക്കും അച്ഛനും 2 മക്കളല്ല. അങ്ങനെ പറ്റത്തേ ഇല്ല. അങ്ങനെ ആയി വരുന്ന വഴിയാണ് ഏറ്റവും. അപ്പോൾ മൂത്തവനെ പറ്റി കമ്പയർ ചെയ്തിട്ട് പറയുന്ന വരികളൊക്കെ പറയാൻ തുടങ്ങി വഴക്കും വാക്കാണും മൂത്തവനോടും കൂടി വെറുപ്പുണ്ടായി. തീർച്ചയായും മൂത്തതിനെ കണ്ടല്ലേ ഇത് പഠിക്കുന്ന എന്നൊരു സംഭവം. ഇത് മുഴുവൻ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. ഇങ്ങനെയല്ല, നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ തുടങ്ങിയ എളുപ്പമാണ് ഈ പണിയാൽ. ഞാനിപ്പോൾ ഓരോന്നിനകത്ത് ഇത് പറയുമ്പം ഇത് ഈ സ്ട്രക്ചറലായിട്ട് ലോകത്തിനെ പറ്റിയുള്ള അറിവ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്, ജീവിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഈ ഇമോഷൻസ് ഒന്നും വരാതിരിക്കുന്നതല്ല. ഈ ഇമോഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ഇമോഷൻസ് എങ്ങനെയാണ്, ഇമോഷനാണ് നമുക്ക് ലോകത്തുള്ളത്. അല്ലാതെ ഇമോഷൻ തെറ്റാണെന്നൊക്കെ പഠിപ്പിക്കും ഈ പാർട്ടികൾ. ഇതുകൊണ്ടാണ് എല്ലാ വികാരങ്ങളും അടക്കി വെക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ അടിമകൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നതാണ്. സത്യം പറയണമെന്ന് പറയുന്നത് ആരോടാണ്? സത്യം പറയണമെന്ന് പറഞ്ഞാൽ ഒരമ്മയും അച്ഛനും സത്യം പറയുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? പിന്നെ എന്തിനാണ് അവരത് കുട്ടികളോട് പറയുന്നത്? വളർത്താൻ എളുപ്പമോ? അത്രേ ഉള്ളൂ. അല്ലെ സത്യം പറയാനായിട്ടല്ല. സന്ദർഭത്തിന് അനുസൃതമായി എങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കുക വേണ്ടത്. കടം മേടിക്കാൻ വരുന്നത് കണ്ടിട്ട് ഞാനിവിടെ ഇല്ലെന്ന് പറയാനോന്ന് മക്കളോട് പറയുന്നില്ലേ? കള്ളം പറയാനല്ലേ പറയുന്നേ?
അവർക്ക് അറിഞ്ഞൂടെയൊക്കെ ഇത് പറഞ്ഞിട്ട് ഇനി പിന്നെ സത്യം പറയേണ്ട ആവശ്യമില്ലെന്ന്. അതുകൊണ്ടാണ് പണ്ട് കുട്ടി പറഞ്ഞത് അച്ഛൻ പത്തായത്തിലില്ലെന്ന്. കുട്ടിക്കറിയാം കള പറയണമെന്ന്, പക്ഷേ കുട്ടിക്ക് അച്ഛൻ പത്തായത്തിൽ ഇരിപ്പുണ്ട് ഇല്ലെന്ന് പറയണം. അച്ഛൻ പത്തായത്തിലില്ല എന്നാ കുട്ടി പറഞ്ഞത്. എന്ന് പറയുന്നത് പോലുള്ള കള്ളം പറയാൻ പഠിപ്പിക്കാനേ മാത്രമേ നമ്മൾ ഈ ശീലം കൊണ്ട് പറ്റുള്ളൂ. നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ സന്ദർഭത്തിനകത്ത് എങ്ങനെയാണ് ഈ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ്. അത് ലോകത്തെല്ലാ ജീവികളും അങ്ങനെ പഠിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പൂരങ്ങളുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ പൂരത്തിന് ആന വേണോ വേണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന ടൈമാണ്. സാറ് പറയുണ്ടായി നമുക്ക് എല്ലാ പൂരത്തിനും ആനയ്ക്ക് പകരം JCBനെ അവിടെ നിർത്തിയാൽ മതിയെന്ന്. എന്തുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന? ശരിക്കും ആന അത് ആനയെ പറ്റി നമുക്ക് പണ്ട് കാലത്ത് മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ആനയെ കൊണ്ട് തടി പിടിപ്പിക്കണമായിരുന്നു. അപ്പൊ ആനയെ തടി പിടിക്കേണ്ടാത്ത സന്ദർഭങ്ങളിൽ ആനയെ നിലനിർത്താനായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിലാണ് ഈ അമ്പലത്തിൽ വരുന്ന പണം ഉപയോഗിച്ചിട്ട് ആനയെ നോക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനകത്തൊക്കെ വന്നത്. അത് മാറിപ്പോയി. ഇന്ന് ആ മൃഗങ്ങളെ നമ്മൾ അങ്ങനെ പിടിച്ചുകൊണ്ട് വരരുത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ജീവികളെ നമ്മളോടൊപ്പം ജീവിക്കാനുള്ളതല്ല, നമ്മളോടൊപ്പം ഇണങ്ങുന്ന ജീവിയല്ലത്. അതിനെ മെരുക്കിയാനേ പറ്റുള്ളൂ. മെരുക്കിയ ജീവിയെ ഇണങ്ങിയ ജീവിയെ പോലെ തെറ്റിദ്ധരിച്ച് കോഴിയും പട്ടിയൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്ന പോലെ ഈ ആന നിൽക്കും എന്നാണ് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും. അത് ഒരു സമയം കഴിയുമ്പോൾ വയലൻ്റ് ആവും. കാരണം മെരുങ്ങിയ ജീവിയാണ്, തരം കിട്ടി അത് ഉപദ്രവിച്ചു പോകും. അപ്പോൾ അത് മുഴുവൻ അപകടം നമുക്ക് വരുത്തി വയ്ക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ഇതൊരു സ്പെക്ടക്കിൾ. ആനയെ കാണാനായിട്ടുള്ള ആളുകളുടെ കൗതുകം പണ്ടുണ്ട്. വലിയ ആന ഭയങ്കര ഒരു കാണാൻ കാട്ടിപ്പോയാൽ മാത്രം കാണുന്ന ഒരു സംഭവമായിരുന്നു. ഇതെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഇന്ന് നമുക്കെല്ലാം വണ്ടി പിടിച്ച് ഈ കാട്ടിലെല്ലാം പോയി മൃഗങ്ങളെല്ലാം അതിൻ്റെ സെറ്റിങ്ങിൽ തന്നെ കാണാൻ പറ്റുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഇതെല്ലാം മാറ്റുമ്പോൾ വെറുതെ ആനയെ കൊണ്ടുവന്ന് ഈ ആൾക്കാരുടെ നടുവിൽ നിർത്തി അതിനെ ഉപദ്രവിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നിടത്താണ് ഇപ്പോൾ അതുള്ളത്. നമുക്കാണെങ്കിൽ ഒരു പ്രയോജനവും സത്യത്തിലില്ല. കാരണം അത് തടി പിടിക്കാനായിട്ട് ഇന്ന് അത് വേണ്ട. അപ്പം ഇതുകൊണ്ടാണ് ആനയ്ക്ക് പകരം JCB എന്ന് ഞാൻ പറഞ്ഞ അത് മാത്രമാണ്. കാരണം ഈ ആനയുടെ പണി മുഴുവൻ ചെയ്യുന്നതാണ് JCB. അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ആനയ്ക്ക് പകരം JCB എന്ന് പറഞ്ഞാൽ തമാശയായിട്ട് തോന്നത്തില്ലേ? ഈ വിളക്ക് കത്തിക്കുന്നതിന് പകരം നമ്മൾ എങ്ങനെ ട്യൂബ്ലൈറ്റ് ഇടാൻ തുടങ്ങിയത്? ഈ അമ്പലത്തിനകത്ത് മുഴുവനും 1000 വിളക്ക് കത്തിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് മുഴുവൻ അലങ്കരിക്കുന്ന വിളക്ക് ഈ ബൾബ് ഉപയോഗിച്ചിട്ടില്ലേ? അതെങ്ങനെ ചെയ്യുന്നത്? സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നത് ഇരുട്ടായതുകൊണ്ട് വിളക്ക് കത്തിക്കണം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അത് ട്യൂബ്ലൈറ്റ് ഇട്ട വിളക്ക് കത്തിച്ച്, അല്ലാതെ ഈ മണ്ണെണ്ണ വിളക്ക് മാറ്റത് കത്തിക്കരുത്. ഇനി അതിനുള്ള വിവരമെങ്കിലും മനുഷ്യന്മാർക്കുണ്ടാകും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ ആനേനെ നമ്മൾ മെരുക്കി പൂരത്തിനൊക്കെ നിൽക്കുന്ന പറഞ്ഞില്ലേ, അത് ചിലപ്പോൾ ഇങ്ങനെ ആയിക്കൂടെ? അതായത് ആന എന്ന് പറയുന്നത് കാട്ടിലെ ഏറ്റവും വലിയ മൃഗമാണ്. ആ മൃഗത്തിനെ മെരുക്കി മനുഷ്യന് പിടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അത് ആ മനുഷ്യന്റെ ആ ഒരു മാൻലി പവറോ അല്ലെങ്കിൽ ആ ഒരു പ്രൈഡ് ആയിരിക്കില്ലേ കാണിക്കുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞാൽ ഈ പ്രൈഡ് എല്ലാം തന്നെയും പ്രാകൃതമാണെന്ന് നമ്മൾ കാണണ്ടേ. നിങ്ങളെ ഇപ്പം പിടിച്ച് ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനകത്ത് ഗമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? തീർച്ചയായും. നമ്മൾ ഇത്രയും പോലീസ് സ്റ്റേഷനും ഇതെല്ലാം ഉണ്ടാക്കി ആളുകളെ തമ്മിൽ അടിക്കരുതെന്നൊക്കെ പറയുന്നത് മറ്റങ്ങനല്ല. നാട്ടിലെ പ്രമാണി എല്ലാവരെയും അടിക്കുന്ന ആളായിരുന്നു. അതിനെയാണ് നമ്മളിപ്പോൾ ഗുണ്ടാന്ന് വിളിക്കുന്നത്. ഇത്രയും നമ്മൾ അറിയണം. ആരോമൽ ചേവരും തച്ചോളി തന്നെയൊക്കെ ചത്തത് വല്ലവരും തമ്മിൽ വഴക്കിട്ടുണ്ട് വെട്ടിച്ചാകുന്നവരായിരുന്നു. അതൊന്നും ഒരു ഗമയായിട്ട് നമ്മൾ ഗുണ്ടകൾ നിന്ന് തമ്മിലടിക്കുന്നെന്നാണ് പറയുന്നത്. ആരോമൽ ചേവരനെ ഗുണ്ടെന്ന് നമ്മൾ വിളിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ അറിയണം. നാട്ടിലെ ഗുണ്ടകളായിരുന്നു ഇതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി അടിക്കാൻ പോകുന്നവരായിരുന്നു. കൊട്ടേഷൻ സംഘമാണത്. ഇപ്പൊ നമ്മൾ കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അങ്ങനൊന്നും അല്ലേ. അത് നമുക്ക് പോലീസ് സ്റ്റേഷനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഈ പരാതി പറഞ്ഞാൽ മതി, അല്ലാതെ തമ്മി വെട്ടിച്ചാകരുതെന്നും നേരിട്ട് വെട്ടിച്ചാകരുതെന്നും വേറെ ആളെ ഏർപ്പെടുത്തി ചാകരുതെന്നും പറയുന്നതാണ്. യുദ്ധമൊക്കെ കുറയ്ക്കണമെന്ന് പറയുന്ന ലോകത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രൈഡ് എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ ഒരു വികാരമാണ്. മറ്റുള്ളവരെ തോപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഒന്നിച്ച് വിജയിക്കുന്നിടത്ത് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും, അല്ലാതെ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന യുക്തിയല്ലത്. 1ാം സ്ഥാനം മേടിക്കുകയും 2ാം സ്ഥാനത്താകുന്നവരുടെ വേദന കാണേണ്ടി വരും. ഒന്നിച്ച് വിജയിക്കുന്ന ഞാൻ ഈ ഗ്രേഡ് പണ്ട് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഈ 10ാം ക്ലാസ്സിലുണ്ടായിരുന്നു. എൻ്റെ സംഘം പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ഫെയിം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്താണ് നമ്മൾ അത് ഗ്രേഡ് ആക്കിയത്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് A+ കിട്ടും. അവർ ഈ 1ാം സ്ഥാനം എന്ന് പറയുന്ന സാധനത്തിനകത്ത് പെട്ടെന്ന് ചാകത്തില്ല. അതിനെ ഇന്ന് A+ തന്നെ ഇതുപോലെ പ്രശ്നത്തിനായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ നവീകരിക്കേണ്ടതാണ്. പുത്തൻ രീതിയിൽ ഇത്തരത്തിലെ പരസ്പരം ആവശ്യമുള്ള മനുഷ്യരായി മാറി ഒന്നിച്ച് വിജയിക്കുന്ന സമൂഹ നിർമ്മാണത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.
ഇതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ രാജാവിനെ പോലെ ആകുന്നതല്ല, പ്രിൻസും പ്രിൻസസും ആകാനല്ല. ഇന്നും നമ്മൾ അങ്ങനെയാണ്, കൊതിയല്ല. ഇതുകൊണ്ടാണ് ഈ പണക്കാരുടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്പോഴും കൊതിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെല്ലാവർക്കും ജീവിത നിലവാരം ഉയർത്താൻ. അങ്ങനെ കുടിലിലും കൊട്ടാരത്തിലും കഴിഞ്ഞിരുന്നവരല്ലേ നമ്മൾ 50 വർഷം മുമ്പ്. ആ സ്ഥലത്ത് ഇന്ന് സകലർക്കും ഈ ഇപ്പം നമ്മളിരിക്കുന്ന തരത്തിലുള്ള നല്ല മുറി രാജാവിനില്ല. സകലർക്കും അവൈലബിൾ ആയി തീർന്നിട്ടില്ലേ എയർ കണ്ടീഷനിങ്ങും ഒക്കെ. രാജാവിന് വെഞ്ചാമരമൊക്കെ വീശി കൊടുക്കണമായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. വേറെ ആ 4 പേര് നിൽക്കുന്നതിന്റെ നടുവിലാണ് ഈ പണിയൊക്കെ ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഭയങ്കര രാജകീയ ജീവിതമാണെന്നാ പറയുന്നത്. എന്തൊരു ബോറന്മാരാണ് ഈ രാജാവ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാണ്. ഈ ഇതുപോലത്തെ ഒരു മെത്ത അവന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമോ? എന്ത് രാജാവാണെന്ന് ആലോചിച്ച് നോക്കുന്നത്. സ്വർണ്ണമാണ്, സ്വർണ്ണം ചന്തി നോക്കത്തില്ലേ, കുഷ്യം വേണ്ടേ? അതിനവസാനം ഈ കോഴിയുടെ പൂടെ പറിച്ചിട്ടാണ് അവർ ഇത് മെത്ത ഉണ്ടാക്കിയിരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ്. അയ്യോ, നമ്മൾ അധ്യാപകർ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മൾ കേട്ടിരുന്ന സംഭവമാണ് ശരിക്കും കുട്ടികളെ അടിച്ച് വളർത്തണം, അടിച്ച് പഠിപ്പിക്കണം എന്നൊക്കെ. ഇപ്പം നേരത്തെ നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം, മാർക്കിന്റെ കാര്യം ഇതൊക്കെ പറഞ്ഞു. ഇപ്പോൾ പുതിയൊരു നിയമം വരാൻ പോകുന്നത് ഇനി ഓൾ പാസ് ഇല്ല. ഇതുവരെ ഓൾ പാസ് ആയിരുന്നു, 9 വരെ ഓൾ പാസ് എന്നൊരു സംഗതി. ഇനി അതില്ല. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച്? ഞാൻ ഈ അമ്പലവും പള്ളിയും മ്യൂസിയം ആക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സ്കൂളെല്ലാം മ്യൂസിയം ആക്കണം. ഇങ്ങനൊന്നും അല്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിനകത്ത് ഈ ഗ്രേഡോ ഈ പരീക്ഷയോ ഇതൊന്നും ഉള്ളതല്ല. അധ്യാപകരും കുട്ടികളും തമ്മിൽ ഇങ്ങനെ ഗ്രേഡ് കൂടുന്നതിൽ ഈ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നതൊക്കെ ഈ ക്ലാസ് റൂമിനകത്താണ് ഈ പഠിത്തം നടക്കുന്നതെന്ന് പഴയകാല ബോധത്തോടെ പറയുന്നതുകൊണ്ടാണ്. ഈ ക്ലാസ് റൂമേ പൊളിച്ചു കളയേണ്ട ലോകമാണ്. അധ്യാപകരുടെ അറിവ് നിറവായി അവർ വന്ന് കാണാതെ പറഞ്ഞു എന്ന് നമ്മളെ കാണാതെ പഠിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം. പരീക്ഷ നടത്തുന്നതല്ല വിദ്യാഭ്യാസം. ലോകത്ത് ജീവിക്കാനായിട്ട് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതിന് എല്ലാ ഇന്ദ്രിയങ്ങളെയും സമ്പുഷ്ടീകരിക്കുന്ന രീതിയിൽ ഇത് മാറ്റേണ്ടതുണ്ട്. ആകെ കണ്ണും കാതിനെ പറ്റി മാത്രമല്ലേ നമ്മൾ ആലോചിക്കുന്നത്. ഇതുവരെ തൊട്ട് പഠിക്കുന്നതിനെ പറ്റി ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? എന്താ പഠിക്കണ്ടേ? രുചിച്ച് പഠിക്കണ്ടേ? മണത്ത് പഠിക്കണ്ടേ? എത്ര തരത്തിൽ പഠിക്കാൻ പറ്റി, എത്ര ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ഈ 5 എണ്ണം മാത്രമല്ല, പണ്ട് പഞ്ചേന്ദ്രിയം ഉള്ളെന്ന് തെറ്റിദ്ധരിക്കുമായിരുന്നു. വേറെ ഇന്ദ്രിയങ്ങളുണ്ടെന്ന് നമുക്കിന്ന് അറിയാം. ഇതെല്ലാം വികസിപ്പിക്കേണ്ടതുണ്ട്. ഈ ക്ലാസ് റൂമിനകത്ത് ഇരുത്തുന്ന യുക്തിയേ പാടില്ല. ഇത്രയും വലിയ ഫാക്ടറിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഫാക്ടറി പോലത്തെ സ്കൂള്. ഇന്ന് ഡീസെൻട്രലൈസ്ഡ് ഫാക്ടറിയാണ് ലോകത്തുള്ളത്. വർക്ക് അറ്റ് ഹോം അല്ലേ? എന്തിനാണ് ക്ലാസ്സിൽ പോകുന്നത്? നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്ക്. ഇന്റർനെറ്റ് ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മുടെ ജനപ്രതിനിധികളെ തന്നെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് വിടണ്ട. ഒരു ബില്ലുണ്ടാക്കിയാൽ ആ ബില്ല് എല്ലാവർക്കും തന്നിട്ട് എല്ലാവരുടെയും സമ്മതം ചോദിക്കാൻ പറ്റും. എടാ, ഈ എന്താണ് വോട്ട് കൊടുക്കുന്നത്, സ്റ്റാർ സിംഗറിന് വോട്ട് കൊടുക്കുന്ന കിട്ടുന്ന ഇത്രയും ലളിതമല്ലേ? ഈ കാര്യത്തിൽ നമുക്ക് യോജിപ്പുണ്ട്. ഈ നാട്ടിലുള്ള മുഴുവൻ പേരുടെ. അതിന് നമ്മൾ പണ്ട് ഇത്രയും ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത കാലത്താണ് ജനപ്രതിനിധികളെയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അതന്നെയാണ് ഇപ്പോഴും ഇത് ചെയ്തോണ്ടേയിരിക്കുകയാണ്. ഈ ലോകം മാറിപ്പോയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങനെ പറയുന്നത്. ഓൾ പാസ് എന്ന് പറയുന്നതല്ല, മുഴുവൻ പേരും പാസ്സാകണം. എന്തിനാ പാസ്സാകാതിരിക്കേണ്ട കാര്യം? പരീക്ഷയാണ് നടത്തിക്കൂടാത്തത്, അല്ലാതെ ഓൾ പാസ് അല്ല. കുട്ടികൾ പഠിക്കാൻ പോയാൽ അവരെല്ലാവരും പഠിക്കും. അവർ പഠിക്കാതിരിക്കുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് ആ വിഷയം അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. നമുക്ക് താല്പര്യമുള്ള കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞില്ല, സ്വാഭാവികമായി ശ്രദ്ധയുള്ളവരാണ് നമ്മൾ. അല്ലാതെ താല്പര്യമില്ലാത്ത കാര്യം എന്തിനു പഠിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ചന്തയിൽ പോയി അവിടെ കണ്ടതെല്ലാം ആർക്കെങ്കിലും ആവശ്യമുള്ളതല്ലേ? അത് മുഴുവൻ നമ്മൾ മേടിക്കുവോ? ആവശ്യമുള്ളതേ മേടിക്കത്തുള്ളൂ. ഇത് തന്നെയാണ് ഈ ക്ലാസ് റൂമിൽ നടക്കുന്നത്. ഇതറിഞ്ഞുകൂടാതെ മുഴുവനും കൂടെ തൊള്ളയെ കൂടെ ആ ചന്തയിലിരിക്കുന്ന മുഴുവനും കൂടെ ഒരുത്തൻ്റെ വായിലകത്ത് കുത്തി കയറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ അധ്യാപകരുടെ പണി. എന്നിട്ട് എത്ര കയറിയെന്ന് അറിയാനായിട്ട് പരീക്ഷ നടത്തുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ പരീക്ഷ പഠിച്ച് പാസ്സായി, സർട്ടിഫിക്കറ്റും കിട്ടി. ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയിട്ട് എവിടെങ്കിലും ജോലി കിട്ടുമോ? അവിടെ ചെന്നാൽ അവർ സെലക്ഷൻ ആദ്യം നടത്തും. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് തരും. ആ ട്രെയിനിങ്ങിന് പ്രൊബേഷൻ തന്നിട്ടാണ് നിങ്ങൾക്ക് ജോലി തരുന്നത്. ഇതിനാകെ 2-3 കൊല്ലം പോയാൽ മതി ഈ പ്രദേശത്ത്. അല്ലാതെ ഈ 25 വർഷം ഇതിനകത്ത് സമയം ചെലവഴിച്ച് കളയരുത്. ഈ സ്കൂളൊന്നും നടത്തരുത്. ആ വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാം, ബുദ്ധിയില്ലാതെ ചെയ്യരുതെന്ന്.
ഒരു കാര്യമില്ലാത്ത കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾ പാസ് അല്ല, പഠിക്കാൻ ചെന്നവർ മുഴുവൻ പഠിച്ചിരിക്കും. താല്പര്യമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത്. ആ പഠിപ്പിക്കുക എന്ന് പറയുന്നതിന് ഇതുപോലത്തെ അധ്യാപകരെ അല്ല വേണ്ടത്. അവരുടെ കുട്ടിക്കാലത്ത് എഴുതിയ നോട്ട് കാണാതെ പഠിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം. ഓർമ്മശക്തി പരിശോധിക്കുന്നതല്ല വിദ്യാഭ്യാസം. അത് അക്ഷരം കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരുന്നു ഓർമ്മശക്തി വേണ്ടിയിരുന്നത്. പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ അത് കാണാൻ പഠിക്കേണ്ട ആവശ്യം? എടുത്ത് നോക്കിയാൽ പോരെ. നിങ്ങൾ വെറുതെ നോക്ക്. എന്തിനാണ് നമ്മൾ ഇതൊക്കെ കാണാതെ പഠിക്കുന്നത്? അക്ഷരം എഴുതാത്ത കാലത്തായിരുന്നു മറ്റേയാൾ പറഞ്ഞത് ഓർത്ത് പോയി പറയാനാണ് ഈ കാണാതെ പഠിക്കേണ്ടത്. അക്ഷരം എഴുതാൻ തുടങ്ങിയ ശേഷം കാണാതെ പഠിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ വായിക്കുമ്പോൾ ഒരു കവിതയോ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകും, അല്ലാതെ അത് ഓർമ്മിപ്പിക്കണ്ട. താല്പര്യമുള്ളതാണെങ്കിൽ അപ്പോൾ ഓർക്കും. താല്പര്യമില്ലാത്ത ആർക്കും ഓർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കുറെ കാര്യം ഞാൻ ഇപ്പൊ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് എന്തിനാണ് ഒരു അത് അന്ന് അത് പഠിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നു തോന്നുന്നു. അതാണ് വെറുതെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇത് വിദ്യാഭ്യാസമല്ല. ഇത് വല്ലവർക്കും വല്ലവരെ അടിമയായിട്ട് ഉപയോഗിക്കാനുള്ള സിസ്റ്റമാണ്. അത് മാറ്റണമെന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി, ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറയണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു തോറ്റ ഒരുത്തനാ. ഈ വിഷയങ്ങൾ അതിനു വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്, അവരെയൊക്കെ തന്നെ കണ്ടു പറഞ്ഞിട്ടുള്ളതാണ്. അത് കാരണം കൊണ്ട് ബാക്കിയുള്ളവരും കൂടെ ചേർന്നിട്ട് ഈ ക്ലാസ് റൂമിനകത്തെ വിദ്യാഭ്യാസം നിർത്തണം. ക്ലാസ് റൂമിനകത്ത് ഇൻ്റർനെറ്റ് വെക്കുന്നതല്ല ഓൺലൈൻ വിദ്യാഭ്യാസം. ക്ലാസ് റൂമിന് പുറത്തേക്ക് പോകുന്നതാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. സിലബസ് ഉണ്ടാക്കേണ്ടത് സിനിമ എടുക്കുന്നവരെ കൊണ്ടാണ്, അല്ലാതെ ഈ പണ്ടത്തെ കവിതയും കഥയും കാണാൻ പഠിപ്പിക്കുന്നതല്ല സിലബസ്. സിനിമ കണ്ടാൽ ആ നിമിഷം സകലതും പഠിക്കും. സകല കരിക്കുലവും ഡോക്യുമെൻ്ററികളാണ് സിലബസ്. ഇതൊക്കെ ഉണ്ടാക്കാൻ ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ട് സിലബസ് ഉണ്ടാക്കാൻ പറയണം. അല്ലാതെ ഒരു കോന്തൻ അധ്യാപകൻ നിന്ന് പറയുന്നതിൻ്റെ മുന്നിൽ ഒരു ക്യാമറ, ഇപ്പം എൻ്റെ മുന്നിൽ ഇങ്ങനെ, ഞാനൊരു കോന്തനല്ലേ, എൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു ക്യാമറയും വെച്ച് ഞാനിങ്ങനെ പറയുന്ന കേട്ട് ബോറടിച്ച് ചത്തുപോകത്തില്ലേ? ഇപ്പം നിങ്ങൾ എന്നോട് മിണ്ടുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ നടത്തുകയാണെങ്കിൽ അവിടെ ഉറങ്ങി വീണു പോകും. അതല്ല ഓൺലൈൻ വിദ്യാഭ്യാസം. സിനിമ സിനിമയ്ക്കകത്തുള്ളൂ കാർട്ടൂൺ, ഇതൊക്കെയാണ് ഓൺലൈനായിട്ട് കാണിക്കേണ്ടത്. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓൺലൈൻ നമുക്ക് ലോകം നമ്മൾ അതിനകത്ത് ഇറങ്ങിയിരിക്കാൻ പറ്റും. സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞു തുടങ്ങണ്ട. ആർട്ടിക്കിനെ പറ്റി പറഞ്ഞാൽ പോളാർ ബെയറിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റും. ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്. ഒരു പുസ്തകം അങ്ങോട്ട് തുറന്നാൽ അത് പുറത്തോട്ട് വരും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് പകരം കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിക്കുന്ന ഇത് ജാമ്പവാന്റെ കാലത്തെ ഞാൻ പറഞ്ഞില്ല, പള്ളി അമ്പലം ഇതിനേക്കാളും മെച്ചമാണെന്ന് പറയേണ്ടി വരും. അതുപോലാണ് ഈ സ്കൂള്. അവിടെ ആകെ പഠിക്കുന്നത് എന്താ? വിവേചനം, സ്ത്രീ പുരുഷ വിവേചനം പഠിക്കും, വേറെ ഒന്നുമില്ല. വീട്ടിലെ ജാതി വിവേചനവും മതവിവേചനം പഠിക്കും. അത് കഴിഞ്ഞിട്ട് സ്ത്രീ വിവേചനം കൂടെ മറ്റേതെങ്കിൽ വീട്ടിനകത്ത് ആണും പെണ്ണും കൂടെ ഒന്നിച്ചാണ് വളരുന്നത്. ഇത് അവിടെ പോയിട്ട് ആണും പെണ്ണും കൂടെ ആകും. ഇതിന് മാത്രമേ ഇത് കൊള്ളത്തുള്ളൂ, വേറെ ഒന്നിനും കൊള്ളില്ല. മുഴുവൻ പൂട്ടാവുന്നതാണ്. അത് പൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ സമ്മതിക്കത്തില്ലെന്ന് അറിയാവുന്ന കാരണം കൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതിന് സമാന്തരമായി വേറെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം, പൗരബോധമുള്ള യഥാർത്ഥ ലോകത്തിനെ അറിഞ്ഞ് മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസം ആരംഭിക്കുക എന്നുള്ളതാണ് വേണ്ടത്. സിലബസൊക്കെ ഇപ്പം എന്നെ ഒന്ന് ഒരു കാലത്ത് ഒരു കൺസിഡറേഷൻ വിളിക്കത്തില്ല ഇവരാരും. കാരണം ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളല്ലേ, പാർട്ടിക്കാർ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളാകണമല്ലോ, എന്നാലല്ലയോ പറ്റൂ. ചേർന്ന് നിൽക്കണമല്ലോ, ഇണങ്ങി നിൽക്കണമല്ലോ. അങ്ങനെ നിൽക്കുന്ന അപ്പൊ പക്ഷെ വിവരമുള്ളവരെ കിട്ടത്തില്ല ഇണങ്ങിയാല്. അത്രേ ഉള്ളു. അപ്പൊ ലോകത്തിനെ പറ്റി മനസ്സിലാക്കി അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കുന്നത് വഴിയാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം പരിഹരിക്കുന്നത്. അല്ലാതെ ഓൾ പാസ് പ്രശ്നമൊന്നും അല്ലത്. വടിയെടുക്കുന്ന പ്രശ്നമൊന്നുമല്ല. കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും എന്താണ് പഠിപ്പിക്കേണ്ടതെന്നും വിദ്യാഭ്യാസം എന്താണെന്നും ഭരണഘടന ഇതുവരെ പഠിപ്പിക്കാത്ത ക്ലാസ് റൂം ആണല്ലോ ഇയാൾ വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്ന ക്ലാസ് റൂം. ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നവൻ ഭരണഘടന ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനെ പറ്റി അവിടെ സർവ്വമത കൂട്ട പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മതമെല്ലാം അങ്ങ് മാറ്റി, അത് അത്രയും ശരിയല്ല എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ആരുടേതും അല്ലാത്ത ഒരു സൃഷ്ടാവ് വന്ന് ഇവിടെ ഉണ്ടാക്കി എന്നൊക്കെ പാടി വെച്ച് പിന്നെ എവിടെ പോയി എന്ത് പഠിക്കുന്ന കാര്യം? അതുകൊണ്ട് അതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഈ ചെയ്യുന്ന എല്ലാം കതിരിൽ വളം വയ്ക്കുന്നത് പോലെ യാതൊരു പ്രയോജനമില്ലാത്ത പ്രവർത്തനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ഈ പഠിച്ചത് മറന്നിട്ട് ജീവിക്കാനാണ് 25 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് പ്രാഥമികമായിട്ടുള്ളത് അവരുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുന്ന ഇടങ്ങളായി ഇത് മുഴുവൻ മാറ്റേണ്ടത്. കുട്ടികളുടെ കഴിവ് എന്താണെന്ന്, ഓരോ കുട്ടിയും വ്യത്യസ്തമായിരിക്കുന്ന കുട്ടികളെ
എങ്ങനെയാണ് അവരിൽ എന്ത് താല്പര്യമാണെന്ന് കണ്ടെത്തുന്ന ഇടമാണ് സ്കൂൾ. അത് പരിപോഷിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഇത് പഠിക്കാനായിട്ട് ഹയർ ലേണിങ്ങിന് നിങ്ങൾ ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് ഗൈഡ് ചെയ്യുന്ന ആളുകളാണ് അവിടെ വേണം. കുട്ടികൾ ഒന്നിച്ച് കളിക്കുന്ന ഇടമാണ് ക്ലാസ് റൂം എന്ന് മനസ്സിലാക്കണം, പഠിക്കുന്ന ഇടമല്ല. ഇതുപോലെ ഇത് മുഴുവൻ ഈ കേരളം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു ഞാൻ ഇടപെട്ടെ. ഇവിടെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്നെ പിടിച്ച് ബീഹാർ ജയിലിൽ ഇടുമെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ഞാനിവിടെ വേണ്ടാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. ഒരു കുട്ടി കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് സാറിന് ഇത്ര ധൈര്യം കിട്ടിയത്? ഞാൻ മരിച്ചു പോകുന്ന അറിയാവുന്ന പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പേടിക്കേണ്ട കാര്യം ആരെങ്കിലും വിചാരിച്ച് എന്നെ രക്ഷിക്കാൻ പറ്റുമോ? എനിക്കൊരു പേടിയില്ല. അല്ലെ, ഇങ്ങനെ ഒരു ഐഡിയോളജി അതിനനുസരിച്ച് ജീവിക്കുക, അത് നമുക്ക് തുറന്ന് പറയാൻ കഴിയാം. അത് തന്നെയാണ് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പേടിയുണ്ടോ? ഇല്ല. എനിക്ക് ജീവിതത്തിനെ പറ്റി അങ്ങനെ അറിയാം, അത്രേ ഉള്ളൂ. സാറിന്റെ ലൈഫിൽ സാറിന്റെ ഫ്രണ്ട്സിനുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, അല്ലെങ്കിൽ എത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ്? വളരെയധികം എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ആദ്യം എഴുതിയ പുസ്തകത്തിനകത്ത് അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തത്. കാരണം ഫ്രണ്ട്സ് എന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ ലൈഫ്. അവരില്ലാതെ ഞാൻ ഉണ്ടാകത്തെ, നിങ്ങളില്ലാതെ ഈ ഡിസ്കഷൻ നടക്കത്തില്ലെന്ന് അറിയുന്ന പോലെ. അതെ, എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ വളരുന്നതെന്നും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഭാഷ ഉണ്ടാകുന്നതെന്നും എല്ലാവരും ചേർന്നിട്ടാണ് രാജ്യം ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ടെക്നോളജിയിലാണ് ഞാൻ കടപ്പെട്ടവനാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എൻ്റെ ഒന്നിനും ആളുകൾ എന്നെ ജീവിക്കാനായിട്ട് സഹായിക്കുന്നതല്ലാതെ ഞാൻ എൻ്റെ ഒരു എണ്ണത്തിനും ഒരു സാധനവും ഇത്രയും കാശ് തന്നാലേ ഞാൻ വരുത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലവും ഇല്ല. കാരണം ഞാൻ ഓൾറെഡി കടപ്പെട്ടവനാണെന്ന് എൻ്റെ അറിവാണ്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്താണ് എന്നെ ആക്കിയതെന്നറിയാം. എൻ്റെ പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ പണിയാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. അവനെ ജീവിക്കുന്ന അങ്ങനെയാണ്. ഞാനൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സാർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് തോട്ട്സ് ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷം. ഒരുപാട് വേറെ രീതിക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് തന്നെ നമുക്ക് സാർ പറഞ്ഞു തന്നു. എന്നാലും ഒത്തിരി സന്തോഷം. ഇനിയും സാറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതുപോലെ ഓരോ തോട്ട്സൊക്കെ ഷെയർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു.